നിങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഇരുന്ന പാവപ്പെട്ടവരായ ദരിദ്രരായ സഹാബത്തുണ്ടല്ലോ, അവര് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഇരുന്ന് സങ്കടത്തോടെ കരയുകയാ. നിബിധങ്ങൾ ചോദിക്കുന്ന സ്വഹാബ, എന്തിനാ സ്വഹാബത്തെ നിങ്ങൾ കരയുന്നത്? എന്തു പറ്റി സ്വഹാബ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ അവര് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അമലുകൾ കുറഞ്ഞു പോയ പാവപ്പെട്ടവരായ ഞങ്ങളെങ്ങനെയാണ് ആ വിവിഐപികൾ കടന്നു പോകുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്? ഞങ്ങൾക്ക് അവിടെ പോകാൻ കഴിയുമോ നബിയേ? ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിയുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് കരഞ്ഞുകൊണ്ട് സ്വഹാബത്ത് കടന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, സ്വഹാബ, ഫിർദൗസ് വേണോ സഹാബ? ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകണോ സഹാബ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വഴി പറഞ്ഞു കൊടുക്കുകയാ. അതുകൊണ്ട് ഈ വഴി കേൾക്കാമെന്നവരോട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് സ്വർഗം ചോദിക്കണേ. നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം അല്ലാഹുവിനോട് ചോദിക്കണേ. പോവുകയാണെങ്കിൽ ഫിർദൗസിൽ പോകണേ. അല്ലാഹുവേ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നബി തങ്ങൾ പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണം. ആ സ്വർഗം അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവി, 100ാമത്തെ പദവിയാണ്. ആ 100ാമത്തെ പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. അപ്പൊ പോകുകയാണെങ്കിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ പോകുകയാണെങ്കിൽ ഏത് സ്വർഗത്തിൽ പോകണം? ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ വേണം പോകാൻ. നമ്മൾ പോവോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ആ വിവിഐപികൾ കിടക്കുന്ന സ്വർഗത്തിൽ നമുക്ക് പോകാൻ പറ്റുമോ? പക്ഷെ നമ്മൾ ജീവിക്കുന്നത് പോലെ ജീവിച്ച ആ 100ാമത്തെ പദവി പോയിട്ട് ആ സ്വർഗത്തിന്റെ വാസന പോലും എനിക്ക് നിങ്ങൾക്ക് കിട്ടൂല. ഇപ്പൊ ജീവിക്കുന്നത് പോലെ ജീവിച്ച, ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശു എന്നാണ്. 500 കൊല്ലത്തെ വഴിദൂരം വരെ സ്വർഗത്തിന്റെ വാസന അടിച്ചു വീശും. ആ ഒരു വാസന പോലും കിട്ടാൻ നമുക്ക് യോഗ്യതയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആ സ്വർഗത്തിൽ പോകുന്നവരുടെ സ്വഭാവം ഉണ്ടാകണം. ആ സ്വർഗത്തിന്റെ അവകാശികളായ ആ സ്വർഗത്തിന്റെ അവകാശികളുടെ സ്വഭാവ ഗുണം അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ഈ പറയുന്ന സ്വഭാവ ഗുണങ്ങൾ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കും അവിടെ പോകാൻ അവസരമുണ്ട്. ഈ പറയുന്ന നല്ല സ്വഭാവം നമ്മളിൽ ആർക്കാ ഉള്ളതെന്ന് അവനവൻ സ്വന്തം, എന്റെ കാര്യം ഞാൻ നോക്കാം, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക. ഈ പറയുന്ന സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിന്റെ അവകാശികളുടെ സ്വഭാവം എന്താ? ആ സ്വർഗത്തിൽ പോകുന്നവരുടെ സ്വഭാവ ഗുണമെന്താ? അല്ലാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒന്നാമത്തെ ഗുണം അല്ലാഹു പറയുകയാണ്, ഈ പറയുന്ന ഒരു സ്വഭാവം ഇരിക്കും ആർക്കാവുള്ളത്? അല്ലാഹു പറയുന്നു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൽക്കർമ്മം പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവനെ അത് ചെയ്യണമെന്ന് പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ. ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാനെ, ആ പറഞ്ഞ നന്മ എനിക്ക് ചെയ്യണം തമ്പുരാനെ. അത് ചെയ്യാതെ സമാധാനമില്ല, അത് ചെയ്യാതെ ഉറങ്ങാൻ കഴിയുന്നില്ല. നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത്ര പേര് ഇവിടെ വാഴ കേൾക്കാനിരിക്കുന്നല്ലോ.
എഴുന്നേറ്റ് നിന്നിട്ടൊരു സദക്ക പറയാൻ എല്ലാവരും തിരിഞ്ഞു നോക്കുമടോ. ആരാ പറയുന്നത്? ആരാണ് പറയുന്നത്? എന്നാ നിന്റെ കയ്യില് പൈസയുണ്ടല്ലോ, പടച്ചവനെ എനിക്ക് സമ്പത്തുണ്ടല്ലോ, പറയുന്നത് നല്ല കാര്യമാണല്ലോ, എനിക്കൊന്ന് പറയാമെന്ന് പറയുന്ന മനസ്സ് നമ്മളിൽ അധികം പേർക്കുമില്ലടോ. പടച്ചവനെ അങ്ങനെ ഒരു സ്വഭാവമാണ് വേണ്ടത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് ചെയ്യാനുള്ള ഒരാഗ്രഹമുണ്ടല്ലോ, അത് ചെയ്യാതെ അവർക്ക് സമാധാനം കിട്ടൂല. അത് ആ സ്വർഗത്തിൽ പോകുന്നവരുടെ ഒരു സ്വഭാവമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അങ്ങനെ ഒരു നല്ല സ്വഭാവമുള്ള ഒരു അവകാശിയെ ഞാൻ പറഞ്ഞു തരാം. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ഒരു അവകാശിയെ ഒരു സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ആരാണെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിങ്ങൾ ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. നബി നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം വഹുവ ഇബ്നു 80 സന. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 80 വയസ്സായി. 80 വയസ്സുള്ള വൃദ്ധനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പ്രായം ചെന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ 80 വയസ്സുള്ള പ്രവാചകനോട് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, ഇബ്രാഹിം നബിയേ സുന്നത്ത് കല്യാണം നടത്തണം നബിയേ. 8 വയസ്സുള്ള ഇബ്രാഹിമിനോടല്ല, 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. ലോകത്താദ്യമായിട്ട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, സുന്നത്ത് കല്യാണം നടത്താൻ. പടച്ചവനെ അതുവരെ ആരും ചെയ്തിട്ടില്ലടോ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സുന്നത്ത് കല്യാണം നടത്താൻ പറഞ്ഞപ്പോ എന്ത് ചെയ്തെന്നറിയുമോ? തന്റെ കയ്യിലൊരു മഴുവിരിക്കുകയാണ്. വിറക് വെട്ടുന്ന ഒരു ചെറിയ മഴുവുണ്ടല്ലോ, തന്റെ കയ്യിലിരിക്കുകയാണ്. ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുമോ? ആ കയ്യിലിരുന്ന മഴുവ് കൊണ്ട് സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തുകയാ. അവിടെ നിന്ന് സ്വന്തമായി ചെയ്തടോ. രക്തമൊഴുകാൻ തുടങ്ങി. ഇബ്രാഹിം നബിയുടെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, യാ ഖലീലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ ധൃതി കാണിച്ചത്? എന്തിനാ നബിയേ ധൃതി കാണിച്ചത്? സമാധാനത്തോടെ ചെയ്താ മതിയായിരുന്നല്ലോ. എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് പെട്ടെന്ന് ചെയ്തത്? ഇബ്രാഹിം നബിയുടെ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, അല്ലാഹ് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, അല്ലാഹ് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? പിന്നെ എന്തിനാണ് ആലോചിക്കുന്നത്? ചെയ്യാൻ പറഞ്ഞാ ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഇതാണ് സ്വഭാവം, ഇതാണ് ഇബ്രാഹിം നബിയുടെ സ്വഭാവം, ഇതാണ് ഫിർദൗസിൽ പോകുന്നവരുടെ സ്വഭാവം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഒരു നല്ല കാര്യം പറഞ്ഞു തന്നാൽ, ഒരേ നല്ലതുപോലെ ഔറത്ത് മറച്ചുകൊണ്ട് നടക്കണേ, നിങ്ങളെ തലമറച്ചുകൊണ്ട് നടക്കണേ. നരകമുണ്ട് പൊന്നമോളെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ എന്ന് ഉസ്താദന്മാര് പറയുമ്പോ പറയുന്നവന്റെ മുമ്പിലൂടെ പറഞ്ഞതിന് വിപരീതം ചെയ്യുന്ന കാലമാണ്. ഏതോ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവന്റെ മുമ്പിൽ ചെയ്ത് കാണിക്കുന്ന കാലഘട്ടമാണ്. 1400 കൊല്ലം മുമ്പ് അങ്ങനെല്ലടാ ചെറുപ്പക്കാരാ. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മത്സരമായിരുന്നു. അന്നത്തെ ചെറുപ്പക്കാരുടെ സ്വഭാവം നിനക്കറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിബിധങ്ങളുണ്ടല്ലോ, രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, സ്വഹാബാ
ഷഹീദാകുന്നുണ്ടോ അവർക്ക് സ്വർഗമുണ്ട് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പ്രഖ്യാപിക്കുമ്പോ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ആ സ്വഹാബി ഇത് കേൾക്കുകയാണ്. അവന് തുള്ളിച്ചാടുകയാ, അവന് തുള്ളിച്ചാടുകയാ, ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാ. എല്ലാവരും ചോദിച്ചു, ഉമൈറേ എന്തിനാടാ തുള്ളിച്ചാടുന്നത്, എന്തേ നിനക്ക് ഇത്രയും സന്തോഷമുണ്ട്? ഉമൈർ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടോ, നബി തങ്ങൾ പറഞ്ഞത് കേട്ടോ, ഈ യുഗത്തിന്റെ രണാകണത്തിൽ ആര് ഷഹീദാകുന്നുണ്ടോ അവന് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഈ ഉമൈറാണ് നബി തങ്ങളുടെ ചാരത്ത് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവിടുന്ന് ചോദിക്കുന്നു, നബിയേ സ്വർഗം കിട്ടുമോ നബിയേ? ഈ യുഗത്തിൽ ഷഹീദായ സ്വർഗം കിട്ടുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമൈറേ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഉമൈർ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഉമൈർ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു കാരക്കയിരിക്കുകയാണ്. ഒരു ഈത്തപ്പഴം കടിക്കാനെടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുകയാ. ആ കയ്യിൽ പിടിച്ച ഈത്തപ്പഴമെന്ന് താഴെ വെക്കുകയാണ്. ആ കയ്യിൽ പിടിച്ച ഈത്തപ്പഴമെന്ന് താഴെ വെക്കുകയാണ്. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ പോകുമ്പോ അവിടെ പറഞ്ഞു, ഉമൈറേ ആ എടുത്ത കാരക്കയൊന്ന് കടിച്ചിട്ട് പോകടാ, ആ എടുത്ത കാരക്കയൊന്ന് കടിച്ചിട്ട് പോക. ഉമൈർ പറയുകയാ, എനിക്ക് സമയമില്ല. അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞ വിഭാഗമുണ്ടല്ലോ, ഒരു കാരക്ക കഴിക്കുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിൽ നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞു ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്ന് ഷഹീദായ സ്വഹാബിയ മഹാനായ ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിന്റെ അവകാശിയാണ്, ആ ഫിർദൗസിന്റെ അവകാശിയാണ്. സഹോദരാ, നന്മ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞു തന്നാൽ നിന്നോട് പറയുകയാണ്, നിസ്കരിച്ചാൽ ഇന്ന പ്രതിഫലം, നോമ്പ് പഠിച്ചാൽ ഇന്ന പ്രതിഫലം, സദഖ കൊടുത്താൽ ഇന്ന പ്രതിഫലം, ഖുർആൻ ഓതിയാൽ ഇന്ന പ്രതിഫലം, അല്ലാഹു നിനക്ക് ഇന്ന പ്രതിഫലം തരുമെന്ന് പറഞ്ഞ പിന്നെ എന്തിനാ നീ ആലോചിക്കുന്നത്? ഏതുപോലെ എന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് ചില ഭക്ഷണങ്ങളോട് വല്ലാത്ത ആഗ്രഹമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഗർഭിണിയാ. ഇവിടെ ഒരു നന്മ ഈ കാര്യം ചെയ്താൽ, നിസ്കരിച്ചാൽ, നോമ്പ് പിടിച്ചാൽ, ദിക്ർ പറഞ്ഞാൽ, ഖുർആൻ ഓതിയാൽ, സദഖ കൊടുത്താൽ അല്ലാഹ് ഇന്ന പ്രതിഫലം തരും. പിന്നെന്തിനാ നീ ആലോചിക്കണേ? നിനക്ക് പ്രതിഫലം പോരെ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാരി തങ്ങളോട് പറഞ്ഞു, ഞാൻ ഗർഭിണിയാ, ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് ചില ഭക്ഷണം കഴിക്കണം, ആഗ്രഹമാണ്, സാധിപ്പിച്ചു കൊടുക്കണം. ഫാത്തിമ പറഞ്ഞു, എനിക്കൊരു റുമ്മാമ്പഴം വേണം അലിയെ, എനിക്കൊരു റുമ്മാമ്പഴം വേണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹമല്ലേ റുമ്മാമ്പഴം വാങ്ങാൻ പോയി. തന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊടുത്തൊരു റുമ്മാമ്പഴം വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഒരു പാവപ്പെട്ടവൻ വന്ന് കൈനീട്ടിയിട്ട് പറഞ്ഞു, അലിയെ എനിക്ക് വിശക്കുന്നു, അലിയെ കഴിക്കാൻ പറ്റുന്നുണ്ടാ? അലിയാര് തങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഈ ഇരിക്കുന്ന ഒരു റുമ്മാമ്പഴം സാധാരണ റുമ്മാമ്പഴമല്ല, തന്റെ ഗർഭിണിയായ ഭാര്യ ആഗ്രഹത്തോടുകൂടി പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന റുമ്മാമ്പഴം. അലിയാര് തങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നിന്നപ്പോ ആ മനുഷ്യൻ ഒരൊറ്റ പറച്ചല്, അലിയെ 1-ന് 10 ഇരട്ടി അല്ലാഹു തരും. ഒരൊറ്റ വാക്യ പറഞ്ഞുണ്ടോ? 1-ന് 10 ഇരട്ടി അല്ലാഹു തരും. അപ്പൊ എല്ലാ അലിയാര് തങ്ങൾ പറഞ്ഞു, ആ റുമ്മാമ്പഴം എടുത്തു ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. അത് ഗർഭിണിക്കുള്ള പടമാണ്, ഭാര്യക്കുള്ള ഒന്നും മിണ്ടില്ല. 10 എണ്ണം അല്ലാഹു തരുമെന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തു. വെറും കൈയോടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീവിയുടെ മുമ്പിൽ ഒരു കുട്ട നിറയെ റുമ്മാമ്പഴം ഇരിക്കുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇവിടെ നന്മ എന്ന് പറഞ്ഞാൽ ഇതാ, അത് ചെറുതും വലുതും ഒന്നും നോക്കരുത്. ഇവിടെ നമ്മൾ നന്മയുടെ വിഷയത്തിലാണ് മത്സരിക്കേണ്ടത്. ഇന്ന് നമ്മൾ മത്സരിക്കുന്നത് ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വല്ലാത്ത മത്സരം. ഇവിടെ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, അള്ളാന്റെ ദീനിനെ സഹായിക്കണം, എന്താണോ കയ്യിലുള്ളത് എടുത്തുകൊണ്ടുവാ.
അള്ളാന്റെ ദീനിനെ സഹായിക്കണം. പൈസയുടെ ആവശ്യമുണ്ട്, നിങ്ങളുടെ വീടുകളിൽ എന്തുണ്ടോ എടുത്തുകൊണ്ടുവാ. സഹാബത്ത് മുഴുവനും ഇറങ്ങി ഓടി. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, എനിക്ക് ജയിക്കണം പടച്ചോനെ. ഉമർ തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഏക ചിന്ത എന്താ? എനിക്ക് വിജയിക്കണം, എനിക്ക് അബൂബക്കറിനെ പരാജയപ്പെടുത്തണം, ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ജയിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉമർ തങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ മനസ്സിന്റെ ഉള്ളിലുള്ള ഏക ചിന്ത, ഒരിക്കലെങ്കിലും അബൂബക്കറിനെ ഒന്ന് പരാജയപ്പെടുത്തിയിട്ട് എനിക്ക് ഒന്നാം സ്ഥാനത്തിൽ വരണം. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ തങ്ങളെ തോപ്പിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആകണമെന്നല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണമെന്നല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പള്ളിയിലെ ഇമാമാകണം, അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിലെ സെക്രട്ടറി ആകണം, പ്രസിഡന്റ് ആകണം, ആ മത്സരമല്ല ഈ പറയുന്നത്. നമ്മൾ മത്സരിക്കുന്നത് പള്ളി കയറാനും കമ്മിറ്റി കയറാനും കസേരയിലിരിക്കാനും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ മത്സരിക്കുന്നത് എന്തിനാ? നന്മയുടെ വിഷയത്തില്. നമ്മൾ മത്സരിക്കുന്നത് വേറെ കാര്യങ്ങൾക്ക്. ഇന്ന് നോക്കിക്ക, തെരഞ്ഞെടുപ്പാണ്, പള്ളിയിലൊക്കെ വോട്ടെടുപ്പ് കൊണ്ടോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, പള്ളിയിൽ ഒറ്റ തെരഞ്ഞെടുപ്പൊന്നുമില്ല. ആർക്കാ വേണ്ടത് കൊടുത്തേക്കണം, എടുത്തോളാൻ പറയണം. ഞാൻ ഈ അടുത്ത് വയത് കഴിഞ്ഞ് പോകുമ്പോ ആ പെരുമ്പാവൂർ ഒരു പള്ളിയുടെ മുമ്പിൽ 3 ഫ്ലക്സ്, 32 സ്ഥാനാർത്ഥികൾ. പഞ്ചായത്തിലോ നിയമസഭയെ പോലും ഇത്ര ആൾ കാണില്ല. അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ, പ്രസിഡന്റ് ആകാൻ, സെക്രട്ടറി ആകാൻ മത്സരം. യൂട്യൂബിലൊക്കെ നോക്കിക്കുക, പ്രകടനം വിജയിച്ചതിന് ശേഷം വിജയിച്ച കമ്മിറ്റിക്കൊക്കെ വലിയ സ്വീകരണമൊക്കെ ഉണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടുത്തെ കമ്മിറ്റിക്കാരാണ് ആരാന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇവിടുത്തെ കമ്മിറ്റിക്കാരെ പറഞ്ഞൊന്നുമല്ല, എനിക്ക് എന്നെ വാഴ്ന്നിന് വിളിച്ച ആളെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. എനിക്ക് ഇവിടുത്തെ പ്രസിഡന്റിനെ അറിയത്തില്ല, സെക്രട്ടറി അറിയത്തില്ല. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. പണ്ട് നാട്ടുകാരെല്ലാരും കൂടെ വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോ, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഹാജിയാരോട് പറയും, ഹാജിയാരെ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം, നിങ്ങൾ പള്ളിയുടെ സെക്രട്ടറി ആകണം. ഹാജിയാരെന്ത് പറയും? എനിക്ക് വയ്യ, വേറെ ആരെങ്കിലും നോക്കിക്കൊള്ളാം, എനിക്ക് പറ്റൂല പണി, എനിക്ക് അതിനുള്ള അർഹതയൊന്നുമില്ല, വേറെ ആരെങ്കിലും നോക്കിക്കോ. ഇന്നോ 500 കൊടുത്തിട്ട് പറയും, അളിയ പൊതുയോഗത്തിൽ എന്റെ പേര് പറയുമ്പോ കൈവക്കണമെന്നുണ്ട്. ഇന്ന് പറയുന്നത് എന്താ? ജനറൽ ബോഡി കൊടുക്കുമ്പോ എന്റെ പേര് പറയുമ്പോ അളിയ എല്ലാരും അന്നെന്ത് എനിക്കാകണം. അതാ ഇന്നത്തെ കാലഘട്ടം. അതാ ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ടുള്ളവർക്ക് ഭയമായിരുന്നോ? പണ്ടുള്ള വാപ്പാമാര് പള്ളി വരുമ്പോ ഇവർ കണ്ടിട്ടുള്ള ചെരിപ്പിടത്തില്ല, കൈ പിടിക്കും അവര്. നമ്മൾ വിചാരിക്കും ഓളമാണ്. പണ്ട് പ്രായമുള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട്, പള്ളിയുടെ മുമ്പിൽ വരുമ്പോ ചെരുപ്പൂരി കൈ പിടിക്കും, എന്നിട്ട് പള്ളിയുടെ ഗേറ്റ് കടന്നിട്ട് തിരിച്ചു ഇറങ്ങി പോകുമ്പോ താഴെ ഇട്ടിട്ടുണ്ട് പോകും. എന്തേ ഉപ്പ ചെരുപ്പിടത്ത്? അല്ല മോനെ, പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റി അതെടുത്ത് പുറത്തു കൊണ്ടിട്ട് അള്ളാന്റെ അടുക്കൽ കണക്ക് പറയണോ എന്ന് പേടിച്ചിട്ട. പള്ളിയിലെ മണ്ണെടുത്തുകൊണ്ട് മറ്റൊരുത്തന്റെ പറമ്പിലിട്ടാൽ അത് അള്ളാടതല്ലേ, അള്ള ചോദിച്ചാലും ഒന്ന് പേടിച്ചിട്ട് ചെരുപ്പ് പോലും ധരിക്കാറില്ല. ഇന്നോ പള്ളിയുടെ മുമ്പിൽ കിടക്കുന്ന, പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക, അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. ഈ പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടുന്ന എന്തിനാ? എനിക്കറിയില്ല. അള്ളാഹു പഠിക്കണം. ഇതുവരെ മനസ്സിലാകാത്തൊരു കാര്യം, എന്തിനാ അത് വെട്ടിയിടുന്നേ? അള്ളാഹു നോക്കിയും നൽകുമാറാകട്ടെ. ചിലപ്പോ അതും കാണത്തില്ല. എടാ, വെള്ളിയാഴ്ച ഹജ്ജ് കഴിഞ്ഞിറങ്ങിയിട്ട് ചില കാക്കാമാര് തിരയുക, എന്റെ ടിപ്പ് കാണുന്നില്ല. ഉസ്താദിന്റെ വരെ അടിച്ചുകൊണ്ട് പോകുന്ന കാലമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതല്ലേ അമാനത്ത് വാക്യൊക്കെ അല്ലേ? അങ്ങനെ ആയിപ്പോയോ? പേടിയും ഭയമൊന്നും ആർക്കും ഇല്ല. എല്ലാത്തിനും ഇരിക്കണം. എന്തോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവറ കസേര എന്ന് പറഞ്ഞ കറങ്ങണ കസേര. എന്ത് കാക്ക അങ്ങനെ? എന്റെ പൊന്നാര ചങ്ങായിമാരെ, അള്ളാനെ ഓർത്തിട്ട് ആ പണിക്കൊന്നും നിൽക്കല്ലേ. ഞാൻ ഉള്ള കാര്യം പറയാം, അതൊക്കെ അർഹതയുള്ളവർ ചെയ്തോളും. നിനക്ക് യോഗ്യത ഉണ്ടോ എന്ന് നീ ചിന്തിക്ക്. എത്ര ഭയാനകമാണെന്നറിയത്. അതിന്റെ ഗൗരവമൊന്നും ആർക്കും അറിയില്ലടോ, അതിന്റെ മഹത്വമൊന്നും ആർക്കും അറിയണില്ല. എത്ര ഭയമാണെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുക, ഭരണാധികാരിയാ. കമ്മിറ്റിക്കാരി വെക്കാൻ പറയാത്. ഇത് പൊതുവെ കമ്മിറ്റിക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഉമർ നിങ്ങൾ ഖലീഫയായിരിക്കുമ്പോ കമ്മിറ്റി ഓഫീസിൽ ഇരുന്ന് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു കുടുംബക്കാരൻ കയറി വന്നു. ഉമർ തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ ചങ്ങാതി ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇറങ്ങി പോണേയില്ല. ഒരുപാട് സമയമായിട്ട് ഇയാൾ ഇറങ്ങി പോകാതെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
അപ്പൊ ഉമർ തങ്ങൾ എന്ത് ചെയ്തു? ആ കത്തിച്ചു വെച്ചിരുന്ന വിളക്കങ്ങ് അണച്ചു. ആ റൂമിനകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് ഉമർ തങ്ങൾ അണച്ചു. ഇയാൾ അങ്ങോട്ട് വൈലന്റായി. നീ എന്താ കളിയാക്കുന്നു എന്നെ? എന്തിനാ ഉമർ നീ വിളക്കണച്ചത്? എന്താ പരിഹസിക്കുന്നു നീ എന്നെ? ഇയാൾ ഇങ്ങനെ ബേജാറായി ദേഷ്യപ്പെടാ. അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞത്, എന്റെ പൊന്നാര ചങ്ങാതി, ഇത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയിലല്ല ഈ വിളക്ക് കത്തിക്കുന്നത്, ഇത് ബൈത്തുൽ മാലിലെ പൈസയാ. എടാ, നീ എന്റെ അടുത്ത് കുടുംബകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിളക്ക് ഞാൻ കത്തിച്ചു വെച്ച അള്ളാടെ മുമ്പിൽ ഞാൻ കണക്ക് പറയണം, പേടിച്ചിട്ടാ ഞാൻ അടച്ചു കളഞ്ഞത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടുത്തെ കമ്മിറ്റി ഓഫീസിൽ ഇരുന്ന് കണക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോ നിന്റെ ചങ്ങാതി വന്നു, അളിയൻ വന്നു, കല്യാണം വിളിക്കാൻ വന്നതാ. അവൻ അവിടെ ഇരുന്നിട്ട്, അളിയ ഇന്ന ആളാണ് ഭക്ഷണം, ഇന്ന ആഡിറ്റോറിയമാണ്, ഇന്ന കടയാണ് സ്വർണം, ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇറങ്ങി പോണില്ല. ഇട്ടിരിക്കുന്ന ഫാൻ അണയ്ക്കണോന്നായി പറഞ്ഞതിന് അർത്ഥം. അണയ്ക്കാറുണ്ടോ? അതാണ് ഗൗരവം. ഇവിടെ ഞാൻ പറയുന്നത് ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം അറിഞ്ഞാൽ നാളെ ഇവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ രാജിവെച്ചിട്ട് പോകും. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ഇവിടെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ പിന്നെ പ്രസിഡന്റും ഇല്ല, സെക്രട്ടറി ഇല്ല, കമ്മിറ്റി ഇല്ല, വേണ്ട മത്സരമില്ല, ആളെ നോക്കി നടക്കേണ്ട കാലം വരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആയത്ത് ഞാൻ പറയണില്ല, ഇവര് രാജിവെച്ചാലും ആയത്ത് പറഞ്ഞാൽ പിന്നെ കമ്മിറ്റി പള്ളി പരിപാലിക്കാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് ആയത്ത് ഞാൻ പറയണില്ല. ആഗ്രഹമുണ്ടെങ്കിൽ ഉസ്താദന്മാരോട് ചോദിച്ചാൽ മതി, ഒറ്റയ്ക്ക് പോയിട്ട് അവർ പറഞ്ഞു തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഉമർ തങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോ ഒറ്റ ചിന്ത, ഒരിക്കലെങ്കിലും എനിക്ക് വിജയിക്കണം. എന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഏത് കാര്യം നോക്കിയാലും അബൂബക്കർ തങ്ങൾ ഒന്നാമനാണ്. ആ ചങ്ങാതി എല്ലാത്തിനും ഒന്നാമൻ, എന്തു പറഞ്ഞാലും ഒന്നാമൻ. ഒരിക്കൽ നബി തങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ? ഈ ചങ്ങാതി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനുണ്ട് നബിയെ. എടാ, ഇന്ന് സദഖ കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അബൂബക്കർ, ഞാനുണ്ട് നബിയെ. ഇന്ന് ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയെ. ഇന്ന് രോഗസന്ദർശനം നടത്തിയ ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയെ. എന്തിനും ഒന്നാമനാണ്. അതുകൊണ്ട് ആ ഉമർ തങ്ങൾക്ക് ഒരാഗ്രഹം, ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ഒന്നാമനാകണം. തന്റെ വീട്ടിൽ ചെന്ന് സമ്പത്ത് മുഴുവനും എടുത്തു വെച്ചു. എന്നിട്ട് ആ സമ്പത്തിന്റെ പകുതി എടുത്ത് രണ്ടാക്കി. എന്തായാലും എന്നെ പോലെ ഉമർ ചിന്തിക്ക അബൂബക്കർ കൊണ്ടുവരില്ല. തന്റെ സമ്പാദ്യത്തിന്റെ പകുതി എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു, നബിയെ, എന്റെ സമ്പത്തിന്റെ പകുതി അള്ളാഹുവിന്റെ ദീനിൽ ഞാൻ തന്നിരിക്കുന്നു. നബി തങ്ങൾക്ക് വലിയ സന്തോഷമായി. അബൂബക്കർ ഉമർ തങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്ന നബി തങ്ങൾ. ഉമർ തങ്ങൾ മാറി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാരും അവരവരുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഉമറിന് അറിയണ്ട അവരെന്ത് കൊണ്ടുവന്നു എന്ന് ഉമറിന് അറിയണ്ട. ഉമറിനറിയേണ്ടത് അബൂബക്കർ എന്ത് കൊടുക്കുന്നു എന്നറിയാനാ. അങ്ങനെ അവസാനം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഉമർ തങ്ങൾ നോക്കുമ്പോൾ ഒരു ചെറിയ പൊതിയെ കയ്യിലുള്ളൂ. അപ്പൊ സമാധാനമായി. എന്നെ പോലെ എന്തായാലും ഇല്ല, ഒരു ചെറിയ പൊതിയുമായിട്ടാണ് അബൂബക്കർ വരുന്നത്. ഉമർ തങ്ങൾ ഓടി നബി തങ്ങളുടെ ചാരത്ത് ചെന്ന് നിന്നു, എന്താണെന്നറിയാൻ. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തന്റെ കയ്യിലിരുന്ന ചെറിയ പൊതി കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂബക്കറെ, ഇനി വീട്ടിൽ എന്ത് ബാക്കിയുണ്ട്? ഇനി എന്താ നിന്റെ വീട്ടിലെ ബാക്കിയുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി, അല്ലാഹുവും അവന്റെ പ്രവാചകനും അല്ലാതെ ഇനി ഒന്നുമില്ല നബിയെ, ഉള്ളത് മുഴുവനും ഞാൻ തന്നിരിക്കുന്നു, അവിടെയും തോറ്റടോ. ഇതാണ് സ്വഭാവം. ഈ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. നന്മയുടെ വിഷയത്തിൽ നമ്മൾ മുന്നിലാകണം, നന്മ ചെയ്യാൻ നമ്മൾ മത്സരിക്കണം. ആ ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമുക്കൊരു മത്സരം നടത്താം, നമുക്കുമൊന്ന് മത്സരിച്ചു നോക്കാം. ആ ദിവസം എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നമുക്കും ഒരു നന്മയുടെ വിഷയത്തിലൊന്ന് മത്സരിക്കാം. ആരാണ് നന്മ പറഞ്ഞു തരുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മകൻ ഫാത്തിമ റളിയല്ലാഹു തആല പറഞ്ഞു തരികയാണ്. ഫാത്തിമയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കണോ. ഒരു ദിവസം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഭർത്താവായ അലിയാര് തങ്ങള് ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമയുടെ മുഖത്ത് വലിയ സന്തോഷം കാണുന്നില്ല. എന്തോ ഒരു പ്രയാസമുള്ളതുപോലെ ഫാത്തിമയോട് ചോദിച്ചു, എന്തു പറ്റി ഫാത്തിമ? നിനക്ക് വല്ലാത്ത സങ്കടമുണ്ടല്ലോ ഫാത്തിമ. എത്ര ചോദിച്ചിട്ടും ഫാത്തിമ പറയുന്നില്ല.
കഴിയാതെ വന്നപ്പോ ഞങ്ങൾ ഫാത്തിമയുടെ കയ്യിൽ പിടിക്കുകയാണ്. ഫാത്തിമ കരയുകയാണ്. ഫാത്തിമ കരയുകയാണ്. കരന്നതെന്നറിയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ രണ്ട് കൈയും അവിടെ നിന്ന് പൊട്ടിയിരിക്കുകയാ. രണ്ട് കൈയും അവിടെ നിന്ന് പൊട്ടിയിരിക്കുകയാണ്. എങ്ങനെയാ പൊട്ടിയതെന്നറിയോ? കല്ല് പിടിച്ചിട്ട്, മാവ് പൊടിക്കുന്ന കല്ല് പിടിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പൊട്ടിയിരിക്കുകയാ. പാവപ്പെട്ടവനാണ് അലിയ്, സമ്പന്നനല്ല അലിയ്. അലിയാര് നിങ്ങൾ ഗോതമ്പ് മേടിച്ചുകൊണ്ട് വന്ന അലിയാര് തങ്ങൾ ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കുകയാ. ഫാത്തിമ അത് പൊടിച്ചിട്ട് അലിയാര് തങ്ങളുടെ കയ്യിൽ കൊടുക്കും. അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം അവിടെ നിന്ന് കഴിഞ്ഞിരുന്നത്. ഇങ്ങനെ കല്ല് പിടിച്ചിട്ട് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാ. ഈ പെങ്ങൾ ചോദിക്കും, ഉസ്താദ് കല്ല് പിടിച്ചാ കൈ പൊട്ടുമോ? കഷ്ടപ്പാടാ മോളെ, വല്ലാത്ത ജോലിയാ മോളെ. ഈ ഫാത്തിമയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഹസനും ഹുസൈനും എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ട്. 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഹസനും ഹുസൈനും 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ മക്കളെ എങ്ങനെയാണ് ഉറക്കുന്നതെന്നറിയോ? തൊട്ടിലിൽ കടത്തിയിട്ട് ഒരു കയറ് കെട്ടി വച്ചിരിക്കുകയാണ്. ഒരു ഭാഗം തൊട്ടിലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്, മറുഭാഗം ഫാത്തിമയുടെ കാലിലാണ്. മാവ് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോ മക്കളെ കരഞ്ഞ കാലുകൊണ്ടാണ് ഫാത്തിമ ആട്ടിയുറക്കുന്നത്. അതുപോലെ കഷ്ടപ്പാടാണ്, അതുപോലെ വല്ലാത്ത പ്രയാസമാണ്. പടച്ചവനെ, ഫാത്തിമയും മരിയാരും തങ്ങളുടെ കിടക്കുകയാണ്. ഉറക്കം വരുന്നില്ല. രണ്ടുപേരും ഇങ്ങനെ കിടക്കുമ്പോ മരിയാരും തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളാണല്ലോ. അവിടെ പറഞ്ഞു, ഫാത്തിമ ഞാനൊരു വഴി പറഞ്ഞു തരാം. ഫാത്തിമ, നിന്റെ പ്രയാസം മാറാൻ, നിന്റെ കഷ്ടപ്പാട് മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. ഫാത്തിമ, എന്റെ അലിയേ, എന്റെ അലിയേ. അലിയാര് തങ്ങളെ പറഞ്ഞു കൊടുത്ത മറിയെന്നറിയോ? ഫാത്തിമ, നാളെ നീ നിന്റെ വാപ്പയെ കാണാൻ പോകണം. ഫാത്തിമ, റസൂലിനെ നീ കാണാൻ പോകണം. നിന്റെ ഉപ്പാടെടുക്കൽ ചെന്നിട്ട് നിന്റെ കൈ കാണിച്ചു കൊടുക്കണം ഫാത്തിമ. എന്നിട്ട് നിന്റെ സങ്കടം പറയണം ഫാത്തിമ. നിന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഫാത്തിമ. എന്നിട്ട് നിന്റെ വാപ്പയോട് പറയണം, ഉപ്പാടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ, ഒരെണ്ണത്തെ എനിക്ക് താവാപ്പ, എന്റെ കഷ്ടപ്പാട് മാറുമല്ലോ, എന്റെ എനിക്ക് സഹായമാകുമല്ലോ. അതുകൊണ്ട് നീ ചെന്നിട്ടൊരടിമയെ ചോദിച്ചാൽ ഉറപ്പായിട്ടും നിന്റെ വാപ്പ തരും ഫാത്തിമ. നിന്റെ പ്രയാസം മാറും ഫാത്തിമ. ഫാത്തിമ ചിന്തിച്ചു, പടച്ചവനെ, ഉള്ളതാണല്ലോ, ഉപ്പാടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ, ഒരെണ്ണത്തെ ചോദിച്ചാൽ വാപ്പ ഉറപ്പായിട്ടത് തരുമല്ലോ. സമാധാനത്തോടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസമായി ജോലിയെല്ലാം കഴിഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വാപ്പയെ കാണാൻ പോവുകയാണ്. തന്റെ ഉപ്പാന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വീട്ടിൽ ചെന്ന് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലില്ല. നബി തങ്ങൾ ഒരു യാത്ര പോയിരിക്കുകയാണ്. ഫാത്തിമയ്ക്ക് വല്ലാത്ത സങ്കടമായി. വാപ്പയെ തെരഞ്ഞു വന്നപ്പോ ഉപ്പാനെ കാണാനില്ല. ഫാത്തിമയുടെ മുഖമങ്ങ് വാടുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ കൈ കാണിച്ചു കൊടുത്ത സങ്കടം പറയുകയാ, പ്രയാസം പറയുകയാ. അല്ലാഹുവേ, അവിടെന്ന് പറഞ്ഞു, ഉമ്മ, വാപ്പ വരുമ്പോ പറയണേ ഉമ്മ, എനിക്കൊരടിമയെ വാങ്ങിത്തരണം ഉമ്മ. നിങ്ങൾ പറഞ്ഞ വാപ്പ തരും. എന്റെ സങ്കടം പറഞ്ഞിട്ട് ഉമ്മ എനിക്കൊരടിമയെ വാങ്ങിത്തരണം. ആയിഷ ബീവി പറഞ്ഞു സമാധാനിപ്പിക്കുകയാണ്. ഞാൻ പറയാ, വാപ്പ വരുമ്പോ അങ്ങനെ സങ്കടം പറഞ്ഞ് വീട്ടിൽ വന്ന പൊന്നാര മകളോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് സമാധാനിപ്പിച്ചു പറഞ്ഞു വിടുകയാണ്. അന്ന് രാത്രിയിലാണ് നബി തങ്ങൾ വന്നത്. ഒരുപാട് താമസിച്ചാണ് വന്നത്. അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്ത് കടന്നു വന്നു. അവസാനം നബി തങ്ങൾ കിടക്കാൻ പോകുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ
മുഴുവനും നബി ഞങ്ങളോട് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് വാടുകയാണ്. നബി ഞങ്ങൾക്ക് സങ്കടമായിടോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അവിടുത്തെ വസ്ത്രമെടുത്ത് ധരിക്കുമ്പോ ആയിഷ പറഞ്ഞു, നബിയേ രാത്രിയായി, നബിയേ രാത്രിയായി, നബിയേ രാവിലെ പോകാൻ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, എനിക്ക് എന്റെ പൊന്നുമോളെ കാണണം, എന്റെ ഫാത്തിമ ഈ രാത്രിയിൽ തന്നെ എനിക്ക് കാണണം. അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിപ്പോയടോ. ഫാത്തിമ എന്ന് പറയുന്ന കരളിന്റെ കഷ്ടമായ തന്റെ പൊന്നാര മകളുടെ വീട്ടിൽ ആ പാതിരാത്രിയിൽ തന്നെ നബി തങ്ങൾ ഇറങ്ങിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ മുമ്പിൽ ചെന്ന് സലാം പറഞ്ഞു. നബി തങ്ങളുടെ വീടിനകത്തേക്ക് കിടക്കുമ്പോ അരിയാരി തങ്ങൾ ചാടി എഴുന്നേൽക്കുകയാണ്. കടന്നിരുന്ന വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കരിയേ, എനിക്ക് ഫാത്തിമ തന്റെ മകളെയും തന്റെ മരുമകനെയും പിടിച്ചിരുത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളുടെ കൈ പിടിച്ചു നോക്കുകയാണ്. കഷ്ടപ്പാട് കാരണം, ജോലി കാരണം കല്ല് പിടിച്ചിട്ട് കൈപൊട്ടിയിരിക്കുന്ന പൊന്നുമോള്, ആ പൊന്നുമോളുടെ കൈ പിടിച്ചു നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വാപ്പമാര് പഠിക്കേണ്ട ചരിത്രമാ. പെൺകുട്ടികളുള്ള പിതാക്കന്മാര് പഠിക്കണമടോ. പെൺമക്കളുള്ള പിതാക്കന്മാര് പറഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ചരിത്രമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് അതാ ഭർത്താവിന്റെ അടുക്കളയിൽ വീടിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് കൈ പൊട്ടിയിട്ട് വീട്ടിൽ വന്ന് സങ്കടം പറഞ്ഞ പൊന്നാര മകളോട് വാപ്പ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഫാത്തിമ, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ? ഇതാകണം വാപ്പ. പെൺമക്കളുള്ള പിതാക്കന്മാര് പഠിക്കണം. ഇടോ, തന്റെ ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പാട് കാരണം, ദുരിതം കാരണം കൈ രണ്ടും പൊട്ടികെട്ട് വീട്ടിൽ വന്നിട്ട് ഒരടിമയെ ചോദിച്ച് സങ്കടം പറഞ്ഞ മകളോട് രാത്രി പോയി ഉറക്കത്തിൽ നിന്ന് വിളിച്ചു നിർത്തിയിട്ട് ആ പൊന്നുമോളുടെ കൈ പിടിച്ചു നോക്കിയിട്ട് നിബിധങ്ങൾ ചോദിച്ച ചോദ്യം എല്ലാം വാരിക്കെട്ടി വാ ഫാത്തിമ പോയേക്കാമെന്നല്ല. നിബിധങ്ങൾ തന്റെ പൊന്നാര മകളോട് ചോദിച്ചു, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അള്ള തരുന്ന പ്രതിഫലം നിനക്കറിയോ? നീ എന്ത് പറയും? ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് മോള് പറഞ്ഞു, ഉമ്മ ഉപ്പ ഇവിടെ ബുദ്ധിമുട്ടാ, പ്രയാസമാ, ഒരു വണ്ടി കിട്ടുമെങ്കിൽ വിളിച്ചിങ്ങി വന്നേരെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മള് പറയുന്നു വന്നേരെ, ഇല്ലെങ്കിൽ ഞാൻ വരാം. കഴിഞ്ഞു അവിടെ. എടാ, നിന്നെ പോലെ സമ്പത്തോ ഒട്ടാരമൊന്നും ഉണ്ടാകണമെന്നില്ല. അംബാനിയല്ലവൻ, അവൻ പാവപ്പെട്ടവനാ, കൂലിപ്പണിക്കാരനാ. അവനവിടെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകും. നീ മോളോട് ഇത് പറഞ്ഞു കൊടുക്കണം. നിന്റെ മകളെ കെട്ടിച്ചു വിടുന്ന സമയത്ത് സങ്കടവും പ്രയാസവും ദുരിതവും കഷ്ടപ്പാടും ഇതൊക്കെ പെണ്ണിന് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ പറഞ്ഞു വീട്ടിൽ വരുമ്പോ നീ വാപ്പയുടെ സ്ഥാനത്ത് നിൽക്കണം. നീ അറസിന്റെ മൂടി കയറരുത്. വാപ്പ ഉടനെ പറയാ വാരിക്കെട്ടി വന്നേരെ. ഉമ്മ പറയും വിട്ടേരെ, എന്റെ മോള് പറ്റൂല, വിട്ടേരെ, കഴിഞ്ഞു. ഇവിടെ കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നതിന്, ഇന്ന് ബന്ധം ഒഴിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അതൊക്കെ നിസ്സാര കാര്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതു ഭാര്യയും ഭർത്താവും ഒരു 5 മിനിറ്റ് സംസാരിച്ച തീരാത്ത ഒരു വിഷയവും ലോകത്തില്ലടോ. കാരണം അവർ ഒരു കിടപ്പറയിൽ കിടന്നവരാ, ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നവരാ. അവിടെ അടിയും വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. ഇവിടെ കുടുംബജീവിതം എന്ന് പറഞ്ഞ ചട്ടിയും കടലും, ചട്ടിയും തട്ടിയും മുട്ടിയൊക്കെ കിടക്കും. അതങ്ങനെ സ്വാഭാവികം, അല്ലാതെ അഭിനയമല്ലല്ലോ, ജീവിതമല്ലേ ഇത്. എന്നും മുത്തേ കരളെ പൊന്നേന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നവൻ കള്ളനാടോ, അവൻ അഭിനയവാ. ഇവിടെ യഥാർത്ഥ കുടുംബ ജീവിതത്തിൽ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. അതാദ്യം നീ മനസ്സിലാക്ക്. എന്റെ പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മുത്തേ ചക്കരെ പൊന്നേന്ന് അവൻ കള്ളനാ പെണ്ണ്, അവൻ അഭിനയിക്കുക. ഇവിടെ കുടുംബജീവിതമാകുമ്പോ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. ഇത് നബിതങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അല്ലാണ്ട് റസൂലിനെക്കാരും വലിയ ആരുമില്ലല്ലോ. ഇവിടെ നബിതങ്ങളുടെ വീട്ടില് വഴക്കുണ്ടായിട്ടില്ലേ? പാത്രം പറഞ്ഞ് പൊട്ടിച്ചിട്ടില്ല ആയിഷ ബീവി, പിന്നല്ലേ നിന്റെ ആയിഷ. ഇവിടെ വഴക്കും ബഹളൊക്കെ അങ്ങോട്ടുണ്ടാകും. കുടുംബമാകും അങ്ങനെ. അത് പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെയാ പറഞ്ഞു കൊടുക്കണേ? ഇവിടെ ഈ അടുത്ത് എനിക്കൊരു ചങ്ങാതി എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്റെ അനിയന്റെ കല്യാണം വരണം കേട്ടോ, ഉസ്താദ് എന്നെ നിക്കാഹ് നടത്തി തരണം. എനിക്ക് പോകാൻ പറ്റിയിട്ടോ. ഓനെ കോഴിക്കോട് വെച്ച് കണ്ടപ്പോ ഞാൻ ഇവരെ ഒരു മാസം കഴിഞ്ഞാ കണ്ടപ്പോ പറഞ്ഞു, അനിയ എടാ അന്ന് വരാൻ പറ്റിയില്ല, ഇങ്ങനെ ആവരാതിയൊക്കെ പറഞ്ഞു, ജാമ്യൊക്കെ എടുത്തു. എന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ടാ ജീവിതമൊക്കെ? ഓളെന്തേ? ഓള് പോയി ഉസ്താദ്. കല്യാണം കഴിഞ്ഞ 1 മാസമേ ആയുള്ളൂ. എവിടെടാ? ഓള് പോയി. എന്താ കാരണം? ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, ഓള് പോയെന്ന്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
എടാ മസ്ലഹത്തൊന്നും നടത്തിയില്ലേ? കമ്മിറ്റി ഓഫീസിൽ ചെന്നപ്പോ സെക്രട്ടറി ചോദിച്ചെന്ന് നിനക്ക് ബർത്ത്ഡേ ആഘോഷിച്ചുകൂടായിരുന്നു. ഓൻ അനക്കാരും വലിയ അറിവാ. എടാ ജമാഅത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ചോദിച്ചെന്ന് എന്ന് വെച്ചാൽ എടാ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണ്ടേ, പെണ്ണിങ്ങനെ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കണ്ടേ? ഓൻ അവിടെ ഇരിക്കാൻ അർഹത ഉള്ളവരാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇതാ പറയണ, എപ്പോഴും മസല ചോദിക്കുമ്പോ ഖത്തീബിനോട് ചോദിക്കണം, കമ്മിറ്റിക്കാരോട് ചോദിക്കണം. ഇസ്ലാമിന്റെ വിഷയങ്ങൾ മസല ചോദിക്കുമ്പോ എപ്പോഴും ആരോടാ ചോദിക്കണ്ടേ? ആരോടാ ചോദിക്കണ്ടേ? പഠിച്ച ഉസ്താദന്മാരോട് ചോദിക്കണം. ജാഹിലിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം 99 പേരെ കൊന്ന ഒരാളുണ്ട്. ആ മനുഷ്യനൊന്ന് നന്നാകണമെന്ന് തോന്നി. അല്ല, ഞാൻ ചെയ്യുന്നത് പാവമാണല്ലോ അല്ല. ഇയാൾ എന്ത് ചെയ്തു? ഒരാളെ കണ്ട് താടിയൊക്കെ കാക്കാനെ കണ്ടപ്പോ ചോദിച്ചു, കാക്കാ ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അല്ല എനിക്ക് പുറത്തു തരുമോ? ഈ കാക്ക പറഞ്ഞു, നിനക്കോ? നിന്റെ കാര്യം പോക്കാടാ, നീ നരകത്തിലാണ്. 99 പേരെ കൊന്ന് നീ സ്വർഗത്തിൽ പോകാനോ? നീ നരകത്തില, നീ തീർന്നു. എന്നാ പിന്നെ നീയും കൂടെ പോടാന്ന് പറഞ്ഞാൽ അവനെ കൂടെ അങ്ങ് കൊന്ന് 100 തികച്ചു. ഇങ്ങനെ 100 പേരെ കൊന്നിട്ട് ഇങ്ങനെ പോകുമ്പോ ഒരു ഉസ്താദ് വരുന്നുണ്ട്, അറിവ് പഠിച്ച ആളാ. ഉസ്താദെ 99 ഒന്ന് 100 തികച്ചിട്ട് വരികയാ, അല്ല എനിക്ക് പുറത്തു തരുമോ? ഉസ്താദ് പറഞ്ഞു, അല്ല നിനക്ക് പുറത്തു തരുമോ? ഇതാണ് ആലിം. ആദ്യം കണ്ട ആള് ഓനുള്ള അറിവ് വെച്ച് പറഞ്ഞപ്പോ ഓൻ പള്ളിക്കുഴി പോയി. എന്നാ ഉസ്താദ് കഷ്ടപ്പെട്ട് പഠിച്ചതാ. ഉസ്താദ് പറഞ്ഞു കൊടുത്തു, അല്ല നിനക്ക് പുറത്തു തരും, നിനക്ക് അല്ല പുറത്തു തരും, നീ എന്ത് ചെയ്താലും അല്ല പുറത്തു തരും. ഈ നാട് വേണ്ട, അപ്പുറത്തെ നാട്ടിൽ പൊക്കോ. അതാ ഉസ്താദ്. ഇതാ മസല ഒതുക്കുമ്പോഴും അല്ലെങ്കിൽ അതുപോലെ ആയിപ്പോ. ഇതാണ് ഇന്നത്തെ കാരണങ്ങൾ. ഇവിടെ വാശി ഭർത്താവിനെക്കാളും വാശി ഭർത്താവിന്റെ ഉമ്മയ്ക്കാ. താഴെയൊന്നും നിൽക്കില്ല. ഇവിടെ പെണ്ണിനെക്കാളും വാശി പെണ്ണിന്റെ ഉമ്മയ്ക്കാ. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ സഹോദരിമാരുടെ ഒരു സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കുക. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വരികയാണ്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് തന്റെ മകളെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കയറുമ്പോ ഉമ്മ പറയാ, ഇനി അവൻ വിളിച്ചാൽ എടുക്കണ്ട, ബ്ലോക്കാക്കി വെച്ചേരെ, കാരണം ഫോൺ എടുത്ത് സംസാരിച്ചാൽ തിരിച്ചു പോയാലോ. ഉമ്മ പറഞ്ഞു കൊടുക്ക, ബ്ലോക്കാക്കി പോയി, നീ വിളിച്ചാൽ എടുക്കരുത്, ഫോണില്ലതാ, പിടിച്ചെന്ന് വാങ്ങി. അത്രയ്ക്കും വാശി, നിസ്സാര കാര്യം. എന്റെ പ്രിയപ്പെട്ടവരെ, 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഒരു ഭാര്യയും ഭർത്താവിനെയും ഒരു റൂമിനകത്ത് പൂട്ടിയിട്ട് എടാ സംസാരിക്കടാ എന്ന് പറഞ്ഞാൽ തീരാത്ത ഒരു വിഷയവുമില്ലടോ. എന്റെ പള്ളിയിൽ തന്നെ ഞാൻ സാധാരണ ഈ ഒരു മസ്ലഹത്തിന് നിൽക്കാത്തവൻ ഒരിക്കൽ ഒരു മസ്ലഹത്തിന് വെള്ളിയാഴ്ച വന്നു. കാരണം അത് ഏറ്റവും അറിയപ്പെടുന്ന കുടുംബമാണ്, വലിയ സമ്പന്നന്മാരുടെ കുടുംബമാണ്. അങ്ങനെ ഞാൻ നോക്കുമ്പോ കമ്മിറ്റി ഓഫീസിനകത്ത് ഒരടിക്കുന്ന ആളുണ്ട്, 40 പേരുണ്ട്, ഒരു ജമാഅത്ത് നടത്താം, 2 വിഭാഗം അഡ്വക്കേറ്റ് ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. ഈ കൊടുത്ത 101 പവനും കാറൊക്കെ തിരിച്ചു വാങ്ങണ്ടേ. അപ്പൊ അതിനുവേണ്ടി കമ്മിറ്റി ഓഫീസ് നിറഞ്ഞിരിക്കാം. ഞാൻ മിണ്ടാതെ ഇരുന്നു. വലിയ ബഹളം നടക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്തേ ഒന്നും മിണ്ടാത്തേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവരാരോടും സംസാരിക്കണ്ട, ഈ പെണ്ണിനോടും ഈ പയ്യനോടും എനിക്കൊന്ന് സംസാരിക്കണം. ഉടനെ പെണ്ണിന്റെ വാപ്പ പറയാ, എല്ലാ ചർച്ചയും കഴിഞ്ഞാ, ഇനി ഒന്നുമില്ല സംസാരിക്കാൻ, എല്ലാ ചർച്ചയും കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, എഴുതി ഒപ്പിട്ട് തിരിയാ. അപ്പൊ പെണ്ണിന്റെ വാപ്പ ചോദിച്ചു, എന്താ ഉസ്താദ് സംസാരിച്ച എന്താ കുഴപ്പം? എന്താ? എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അങ്ങാർക്ക് കൊടുക്കാൻ പറ്റുന്ന സമയമായതുകൊണ്ട് കൊടുത്തതാ. അങ്ങനെ എനിക്ക് വേണ്ടി അടിയായി. അങ്ങനെ കോടതി അനുവദിക്കുന്നത് പോലെ 10 മിനിറ്റ് അനുവദിച്ചു. 2നെ വിളിച്ചോണ്ട് ഞാൻ മദ്രസയുടെ മുകളിൽ പോയി. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? എന്റെ റബ്ബേ, ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. റഹ്മാനായ അല്ലാഹ് ബദറും മുഹദും ഹന്തക്കും ഖൈബറും മുമ്പിലിരിക്കുന്നത് ഒരു പണ്ഡിതനാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ പോയവർക്ക് അവിടെ എടാ വാടാ പോടാ എന്തെല്ലാം വിളിച്ചു എന്ന് പറഞ്ഞാൽ പോട്ടെ, എന്തൊക്കെയോ ബഹളങ്ങൾ, ഇടിയും മഴയെല്ലാം കഴിഞ്ഞു. അവസാനം കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു എല്ലാവരെയും, ഉള്ളതൊക്കെ അങ്ങോട്ട് പുറത്തിറങ്ങി. ഞാൻ കുടിക്കാൻ ഇത്തിരി വെള്ളമെല്ലാം കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, എടാ അനിയ പോട്ടടാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഒന്നുകൂടെ ജീവിച്ചൂടെ? എടാ പ്രായമല്ലേ, ചെറുപ്രായമല്ലേ, നിന്റെ ഭാര്യയല്ലേ, ഒരു അവസരം കൊടുത്തൂടെ? ഇവളുടെ കൂടെയോ? ഇല്ല ഉസ്താദ്. അവസാനം ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ പറഞ്ഞു, ഇനി 8ാമത്തെ അടവുണ്ടല്ലോ, അവസാനത്തെ അടവ്. ഞാൻ അവസാനം പറഞ്ഞു, മക്കളെ നിങ്ങൾ 2 പേരും താഴെ ചെന്ന് ഒപ്പിട്ട നിങ്ങൾ പിരിയുകയാണ്. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, പിരിയാൻ തീരുമാനിച്ചല്ലോ. ഇത്രയും കാലം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചതല്ലേ, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ പോയിട്ടില്ലേ? അതുകൊണ്ട് ഈ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ 2 പേരും കൂടെ കെട്ടിപ്പിടിച്ചൊന്ന് പൊരുത്തം ചോദിച്ച് ഇറങ്ങിപ്പോക്കോ, ഞാൻ പോവാ എന്ന് പറഞ്ഞ് വാതിലടച്ച് ഞാൻ വെളിയിൽ ഇറങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞു, വാതിൽ തുറക്കുന്നില്ലടോ. എനിക്ക് ബേജാറായില്ല. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വാതിൽ തുറക്കണില്ല. എന്താ ഉള്ള, ഞാനിങ്ങനെ നിൽക്കുക, പടച്ചിടെ താഴെയാണെങ്കിൽ എന്നെ വെട്ടാൻ ആള് റെഡിയായിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് വല്ലാത്ത ബേജാറ്. 5 മിനിറ്റ് കഴിഞ്ഞു, 7 മിനിറ്റ് കഴിഞ്ഞു. അവസാനം പിന്നെ എനിക്ക് ക്ഷമയില്ല. ഞാൻ വാതിൽ തുറന്നകത്തേക്ക് കയറിയപ്പോ 2ഉം കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കണം ഉസ്താദേ,
ഞങ്ങളെ പിരിപ്പിക്കരുത് ഉസ്താദെ. പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനന്ന് അവരോട് പറഞ്ഞു, ഈ കബറങ്കാട്ടിലൂടെ ഒരു വഴിയുണ്ട്, ഇതിലെ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പൊക്കോടാ, വീട്ടിൽ പോകരുതെന്ന്. നിങ്ങൾ ഇതിലെ ഇറങ്ങി രക്ഷപ്പെട്ടോ, വീട്ടിൽ പോയാ സമ്മതിക്കില്ല. എവിടെങ്കിലും പോയി ജീവിച്ചോളാൻ പറഞ്ഞിറക്കി വിട്ടു. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇതാണ് അവസ്ഥ. ഇതാണ് ഇന്നത്തെ കുടുംബങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വാപ്പയെന്ന് പറഞ്ഞാൽ നീ സാധാരണ ഒരാളല്ല. നിന്റെ വയസ്സിന്റെ പക്വതയെങ്കിലും കാണിക്കുക. ഈ ഉമ്മ, നീ ഒരു ഉമ്മയല്ലേ? നീ ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കും. മക്കളുടെ തെറ്റ് തിരുത്തി കൊടുക്കേണ്ടവളല്ലേ നീ? നീ തലമുകളിൽ കയറാൻ പാടില്ലല്ലോ. നീ ഇതിനെക്കാളും വലിയ ദുരിതം അനുഭവിച്ചവളല്ലേ? നിന്നെക്കാളും വലിയ സങ്കടം നിന്റെ മകൾക്കില്ലല്ലോ. അതുകൊണ്ട് തെറ്റുകൾ തിരുത്തി കൊടുക്കണം, അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അതാണ് നബിതങ്ങളും ചെയ്തത്. നബിതങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ ഒരു വാപ്പയും തന്റെ മക്കളെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നബിതങ്ങൾ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുത്തു, ഭക്ഷണം വെച്ചാൽ കിട്ടുന്ന പ്രതിഫലം, വീട് തൂത്താൽ കിട്ടുന്ന പ്രതിഫലം, എന്റെ പ്രിയപ്പെട്ടവരെ ഗർഭിണിയായ കിട്ടുന്ന പ്രതിഫലം, പാല് കൊടുത്താൽ കിടക്കുന്ന പ്രതിഫലം, വീട് തൂത്താ പ്രതിഫലം. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞാൽ നിങ്ങൾ എവിടെ പോവാരാ? അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കണ്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പ്രതിഫലമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു, ഫാത്തിമ, ഒരടിമയെ ചോദിച്ച് നീ വീട്ടിൽ വന്നിരുന്നല്ലോ, നീ ഒരടിമയെ ചോദിച്ച് വീട്ടിൽ വന്നിരുന്നല്ലോ. അള്ളാന്റെ റസൂല് ചോദിച്ചു, ഫാത്തിമ, അടിമയെ വേണോ? അടിമയെക്കാൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്. നിനക്ക് അടിമയെ വേണോ? അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് ചോദിച്ചു, എന്തേ വാപ്പാ, ആ നന്മ ഏതാ വാപ്പാ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത നന്മ ഏതെന്നറിയുമോ? ഫാത്തിമ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ ദിക്ർ 33 പ്രാവശ്യം പറയണേ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത നന്മയാണ്. കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഈ ദിക്ർ പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? നിങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ 29ാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറയുന്നത്. മരിക്കുന്ന ദിവസവും ഫാത്തിമ പറഞ്ഞിരുന്നു, നിങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുത്ത ഈ ദിക്റുണ്ടല്ലോ, ഫാത്തിമ മരിക്കുന്ന ദിവസവും പറഞ്ഞിരുന്നു, അവസാന ദിവസവും പറഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മകളുടെ ഭർത്താവായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ചവനെ, അവിടുന്ന് പറയുകയാ, അലിയാൻ തങ്ങള് ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാനും ഒരിക്കൽ പോലും മുടക്കിയിട്ടില്ല. മരിക്കുന്നത് വരെ ഞാനും പറയുമെന്ന് അലിയാര് നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ ഈ വഴി കേൾക്കാമെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും, സിറാജ്, ഈ 45 മിനിറ്റ് എടുത്തത് സുബ്ഹാനല്ലാഹ് പറയാനാണോ, അൽഹംദുലില്ലാഹ് പറയാനാണോ? ഇതാണോ ഉസ്താദേ പ്രസംഗിക്കേണ്ടത്? കാരണം നമുക്കിത് ചെറുതായി പോയി. നമുക്ക് കേവലം ഒരു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അതിന്റെ മഹത്വം നമുക്കറിയില്ല. ആ ദിക്റിന്റെ മഹത്വം നമുക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നമുക്ക് കേവലം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, നമുക്കത് ചെറുതായി പോയി. എന്നാൽ നിനക്കറിയോ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ പാവപ്പെട്ട സഹാബത്ത്, ഉടുതുണിക്കും മറുതുണിയില്ലാത്ത പാവങ്ങള്, ആ സഹാബ് സുഫിൽപ്പെട്ട സഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, പ്രതിഫലം മുഴുവനും ഈ സമ്പന്നന്മാര് കൊണ്ടുപോവാ. അവര് വർഷാവർഷം ഹജ്ജിന് പോകും, അവര് ഉംറയ്ക്ക് പോകും, അവര് സദഖ കൊടുക്കും, അവര് സക്കാത്ത് കൊടുക്കും, പ്രതിഫലം മുഴുവനും അവർക്കാ നബിയെ. ഞങ്ങൾ എന്ന് പോകാനാ നബിയെ ഹജ്ജിന്? ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ പോലും വേറെ ഒന്നില്ല നബിയെ. ഞങ്ങൾ ഏത് കാലത്താ ഹജ്ജിന് പോവാ? ഏത് കാലത്താ ഞങ്ങൾ ഉംറയ്ക്ക് പോവാ? നബിതങ്ങളോട് സഹാബത്ത് സങ്കടം പറഞ്ഞപ്പോ നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ?
നബിതങ്ങളുടെ ചോദ്യമാണ്, ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ. വേണോ? വേണോ? വിശക്കുന്നവന് വല്ലതും കൊടുത്തിട്ടേ കാര്യമുള്ളൂ. മട്ടൻ മന്തി നിന്നിട്ടിരിക്കുന്നവന് കൊടുത്തിട്ട് കാര്യമില്ല. വേണോ? വേണ്ടേ? ഒന്ന് കൈപൊക്കിക്കുക. വേണം. ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ. അതെന്തേ കാക്ക അരക്കൈയിൽ നിന്ന്? അള്ളാഹുവേ, ഈ കൈവൊക്കെ എല്ലാവർക്കും നീ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കണം അല്ലാഹ്. പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് പൈസ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാ വഴിയും നീ തുറന്ന് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ, ആ കഅബ കണ്ടുകൊണ്ട് നിസ്കരിക്കാൻ, ആ കഅബയുടെ കില്ല പിടിക്കാൻ, അള്ളാഹുവേ അവിടെ ചെന്ന് വയറ് നിറച്ച് സംസം വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം തരണേ പടച്ചവനെ. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. പൈസ വല്ലതും ചോദിച്ചോ? ഒന്നുകൂടെ കൈ പൊക്കിക്കേ. ഇപ്പം നിബിധങ്ങൾ പറഞ്ഞത് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ. എന്താ നന്മ? ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 ഈ ദിക്റ് പറഞ്ഞ നിനക്ക് ഹജ്ജിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏത് ദിക്റ് പറഞ്ഞ? ആ ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയാറുണ്ടോ? എന്ത് പറയാനില്ലേ? കാരണം അത് നിസ്സാരമായി പോയി. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നബിതങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കും ഒരു മത്സരം നടത്താം, നമുക്കുമൊന്ന് മത്സരിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസല്ലേ, തന്റെ പൊന്നാര മകൾ മരിക്കുന്നത് വരെ പറഞ്ഞതല്ലേ, അലിയാര് തങ്ങൾ മരിക്കുന്ന കാലം വരെ പറഞ്ഞതല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദ്, ഇന്നത്തെ ഒരു രാത്രി, നാളെ നിന്റെ ഇഷ്ടം, മരിക്കുന്ന കാലം വരെ പറയാൻ ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നിന്ന് വഴുത കഴിഞ്ഞ് എന്റെ വീട്ടിൽ ചെന്നു കിടന്നുറങ്ങുന്നതിന് മുമ്പ് അവസാനം ബെഡ്റൂമിൽ വന്നിരിക്കുമ്പോ ഇൻഷാ അല്ലാഹ് നബിതങ്ങൾ പറഞ്ഞ ആ ഒരു നന്മ ഉസ്താദെ ഞാൻ ഇന്ന് പറയും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 3 ദിക്ർ പറഞ്ഞിട്ടേ ഞാൻ ഇന്ന് കിടന്നുറങ്ങൂ. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു രാത്രി ആ ദിക്ർ പറഞ്ഞിട്ടേ ഉറങ്ങൂ എന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിട്ടേ. അൽഹംദുലില്ലാഹ്. വളയും മോതിരമൊക്കെ ഉണ്ടല്ലോ എല്ലാത്തിന്റെ കയ്യിലില്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ബാക്കി തരുമാറാകട്ടെ. ഇതാണ് വഅദ്. ഇങ്ങനെ വേണം. നാളെ ചെയ്യാന്നല്ല, ചെയ്തു തന്നെ തുടങ്ങണം. അല്ലാഹു ബാക്കി തരുമാറാകട്ടെ. ഇപ്പൊ എല്ലാം കൈപൊക്കിയില്ലേ? ഇപ്പൊ എല്ലാരും കൈപൊക്കി. കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ ആരെ കൊണ്ടും പറ്റും. പക്ഷെ ഇന്ന് രാത്രി നീ വീട്ടിൽ ചെന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് അവസാനം കിടപ്പറയിൽ വന്ന് കിടക്കുമ്പോ ഇത് പറയാനുള്ള ഒരു മനസ്സ് നിനക്ക് ഉണ്ടാകുന്നെങ്കിൽ നീ ഉറപ്പിച്ചോ, നിനക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ ഒരു മനസ്സ് ഇന്ന് പറഞ്ഞതല്ലേ, ഉസ്താദ് പറഞ്ഞതല്ലേ, നബിതങ്ങൾ പറഞ്ഞ ഹദീസല്ലേ. അതുകൊണ്ട് ആ നന്മയൊന്ന് ചെയ്തിട്ട് വേണം എനിക്ക് ഉറങ്ങാൻ. ഇല്ലാതെ ഉറങ്ങില്ല, ആ ദിക്ർ പറയാതെ ഉറങ്ങില്ല എന്ന് പറയുന്ന ഒരു നല്ല മനസ്സ് നമുക്കുണ്ടായാൽ സഹോദര, സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാതെ ഉറങ്ങല്ലേ ചെറുപ്പക്കാരാ, പെങ്ങളെ പറയാതെ ഉറങ്ങല്ലേ. ഭർത്താവിനോട് ചോദിക്കണം, പറഞ്ഞോ ഇക്ക. ഭാര്യയോട് ചോദിക്കണം, പറഞ്ഞോ പെണ്ണ്. ഇത് പറഞ്ഞിട്ട് വേണമെന്ന് കിടന്നുറങ്ങാൻ. ആ മനസ്സാണ് നമുക്ക് വേണ്ടത്, ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവേ, ആ മനസ്സ് ഞങ്ങൾക്ക് നൽകണേ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ നന്മ ഏതെന്നറിയോ? രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, വയദഊനനാ റഹബൻ വറഹബാ. നിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വയദഊനനാ റഹബൻ വറഹബാ. അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും
എന്നാലും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ. അവര് പ്രതീക്ഷയോടെ അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രണ്ട്, അവരുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്യും? ദുആ ചെയ്യും. നിങ്ങൾ ദുആ ചെയ്യോ? പിന്നെ നമ്മളൊക്കെ ദുആ ഇല്ലേ? ദുആ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ദുആ ചെയ്യും. ദുആ കാരണം നടക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ദുആയാ. ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ, ഒറ്റ ഉദാഹരണം. ഇവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്താൽ സ്വീകരിക്കുമോ? മടുത്ത ഇവിടെ ഫർള് നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ സ്വീകരിക്കുമോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? സ്വീകരിക്കുമെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കില്ലെന്ന് പറ, സ്വീകരിക്കും. നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ആ മിഹ്റാബിനകത്ത് നിസ്കാര പായിൽ ഇരുന്നിട്ട് ദുആ ചെയ്യുന്നത് ആമീനിന്റെ ശബ്ദം വല്ലതും കേട്ടോ? ആമീനിന്റെ ശബ്ദം വല്ലതും ഉണ്ടോ? പടച്ചവനെ കൈ നേരെ പിടിക്കണില്ലല്ലോ, ഇങ്ങനെ ഇട്ടിരിക്കുക. വേണമെങ്കിൽ തന്നാ മതി, വേണമെങ്കിൽ തന്നാ മതി. സദ്യ ഉണ്ണാനിരിക്കണവർ ഇങ്ങനെ വിട്ടിരിക്കുക, ഇലയിട്ട് വിളമ്പി അപ്പടിക്കുക, ദുആ ചെയ്യാനിരിക്കുക, ആമീൻ പറയാനിരിക്കുക. എടാ, പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോ പാപ്പായ്ക്കൊക്കെ നാവുണ്ടോ എന്ന് അറിയണമെങ്കിൽ ജനറൽ ബോഡിയിലൊക്കെ പോകണം. ഇങ്ങനെ സിംഹം നിൽക്കണ പോലെ നിൽക്കും. എന്നാ പള്ളിക്കകത്ത് ആമീനൊന്നുമില്ല. ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, ഞാൻ ആർക്കാ അല്ലാഹ് ഇത് ചെയ്യണേ? ഞങ്ങളുടെ അവസ്ഥയെ ഞാൻ പറയണം. ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, പഠിച്ചവൻ ഞാൻ ആർക്കാ ഇത് ചെയ്യണേ? കാരണം ആമീൻ പറയാൻ ആളില്ല. ഞാൻ പഠിച്ചിറങ്ങിയിട്ട് എന്നെ ഒരിക്കൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്നെ ഒരു മരിച്ചു വീട്ടിൽ കൊണ്ടുപോയി. 3 ഏഴെങ്ങാണ്ടായിരുന്നു ദുആ ചെയ്യാൻ കൊണ്ടുപോയതാ. എൻ്റെ ഒരു അനുഭവം പറയാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോയി റൂമിനകത്ത് കയറ്റിയിരുത്തിയിട്ട് പറഞ്ഞു, ഉസ്താദെ ഒരു യാസീൻ ഓതണം, ദുആ ചെയ്യണം. എന്നിട്ട് ഇവരങ്ങ് പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ യാസീൻ ഓതിയിട്ട് ഇങ്ങനെ ഇരിക്കുക, മുഖാമുഖം നോക്കി. എൻ്റെ കൂടെ വന്ന അൻസാരി ഉസ്താദ് വിളിച്ചു, കാക്ക ദുആ ചെയ്യാൻ പോകുന്നവാ, ഉസ്താദ് ദുആ ചെയ്തോളാൻ. 3 വട്ടം വിളിച്ചിട്ട് അവരാരും വരുന്നില്ല. അവര് ചെമ്പിന്റെ സൈഡിൽ നിൽക്കുക, ചോറ് വിളമ്പാനുള്ള പരിപാടി. ഞങ്ങൾ രണ്ടുപേരും റൂമിൽ ഇങ്ങനെ ഇരിക്കുക, എന്ത് ചെയ്യാനാ? അപ്പൊ ഞാൻ എന്തായാലും യാസീൻ ഓതിയതാ, കളയാൻ പറ്റുമോ? ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ദുആ ചെയ്തു, പഠിച്ചവനെ ഈ യാസീൻ എന്റെ മരിച്ചുപോയ വാപ്പാടെ കബറിലേക്ക് കൊടുത്തേക്കണം. ഞാൻ അവിടെ ഇരുന്നോണ്ട് എന്റെ വാപ്പയ്ക്ക് തന്നെ ഹദീ, കാരണം ഇവർക്കാർക്കും വേണ്ട. ഇവിടെ ഇതുപോലെയാ പള്ളിയിലെ ഉസ്താദിന്റെ അവസ്ഥ. ഉസ്താദ് ഇങ്ങനെ ദുആ ചെയ്യുമ്പോ ആമീൻ പറയുന്ന ആരാ? ഇനി പോട്ടെ, ഉസ്താദ് ഒരിക്കൽ ദുആ ചെയ്തപ്പോ പള്ളിക്കകത്ത് വല്ലാത്ത ഒരു ആമീനിന്റെ ശബ്ദം, ഉണക്കുകാലത്ത് മഴ പെയ്യണ പോലെ. ഉസ്താദ് ഹാപ്പിയായി, ദുആ അങ്ങ് നീട്ടി. ഉസ്താദ് എന്നിട്ട് അല്ലാഹ് നീ നരകത്തിൽ രക്ഷപ്പെടുത്തണല്ല, സ്വർഗം കൊടുക്കണല്ല, ഈമാനിൽ ഈ ചങ്ങാതി ആമീൻ 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 2 കൈയിൽ എത്തിപ്പിടിച്ചിട്ട് ചങ്ങാതി ആമീൻ പറയുന്നുണ്ട്. അപ്പൊ പള്ളിയിലൊക്കെ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ഈ തൂണിലും ഭിത്തിയിലും ചാരിയിരിക്കണ വാപ്പയൊക്കെ നോക്കുന്നുണ്ട്, ആരാ അല്ലാഹ് ഇന്ന് പതിവില്ലാതെ. അപ്പൊ ഉസ്താദ് ഇങ്ങനെ ഒന്ന് നോക്കി, ഇവ 2 കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ആമീൻ പറയുന്നത് കേട്ടപ്പോ ഉസ്താദിനൊരു സംശയം, വല്ല കിളി പായതാണെന്ന് അറിയില്ലല്ലോ, അല്ല 5 പൈസ കുറവുണ്ടെന്ന് അറിയില്ലല്ലോ, ഓൻ അങ്ങനത്തെ ആമീനാ പറയണേ. അപ്പൊ ഉസ്താദ് ഇവനെ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാ കാണുന്നത് എന്താ? 2 കൈ ഉറക്കം പിടിച്ചിട്ട് ആമീൻ പറയുന്നവന്റെ പോക്കറ്റിൽ നാളെയാണ് ശനിയാഴ്ച നമ്പർ ചൊവ്വ ലോട്ടറി വെച്ചിട്ട് അധികം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലോട്ടറി എന്ന് പറഞ്ഞപ്പോ ആർക്കും മനസ്സിലായില്ലല്ലോ. ഓണബമ്പർ എത്ര കോടിയായിരുന്നു? എല്ലാ മലക്കുകളും, മനുഷ്യന്മാരാരുമില്ല, ആർക്കും അറിയത്തില്ല ഓണബമ്പർ എത്ര ആയിരുന്നു. എന്റെ പൊന്നു സിറാജ് 500 വെറുതെ പോയി ഓർമ്മിപ്പിക്കല്ലേ അല്ലേ? എത്ര കോടിയായിരുന്നല്ലോ ഓണബമ്പർ? എത്ര ആയിരുന്നു? അമ്മമാരോട് ചോദിച്ചിട്ട് കാര്യമില്ല. എത്ര ആയിരുന്നു ഓണബമ്പർ? എത്ര ആയിരുന്നല്ലോ? 12 കോടി. ദുനിയാവ് എത്രയാണെന്നറിയാം. ഞാന് പെട്രോൾ അടിക്കാൻ പമ്പിയിൽ പോയത്. അപ്പൊ ഈ കമീസ് ഇട്ടിട്ടുണ്ട്, തൊപ്പിയില്ല. അപ്പൊ ഒരമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, അച്ഛാ 25 കോടിയാ 4 ദിവസം കൂടെ ഉള്ളത്. തൊപ്പിയില്ലാതെ ഞാൻ പള്ളിയിൽ അച്ഛനാണ്, ഞാൻ തിരുത്താനൊന്നും നിന്നില്ല. ആ തള്ള എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു 25 കോടി 4 ദിവസം കൂടെ ഉള്ളു, 500 രൂപ. ഞാൻ പറഞ്ഞു എനിക്ക് പൈസയുടെ ആവശ്യമില്ല. അച്ഛാ നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് അടിക്കുന്നത്. നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം നിങ്ങൾ ഭാഗ്യവാൻ. ഇടച്ച ഒരെണ്ണം കൂടെ ഉള്ളു, 500 രൂപ. 25 കോടിയാ. ഞാൻ പറഞ്ഞു എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, അടിച്ചാൽ ഞാൻ പൈസ ഇവിടെ കൊണ്ടിടും. അച്ഛൻ ബ്രേക്കിൽ കൊണ്ടിടാ അച്ഛാ. ഞാൻ പറഞ്ഞു നിന്നോട് അമ്മാരി വന്ന് പൊക്കാൻ.
അവസാനം ഈ തള്ള പറയാ എന്നാ പാവം കൊടുക്കാമല്ലോ. ഞാൻ പറഞ്ഞില്ല, ഇവര് വീണ്ടും വീണ്ടും എന്നെ നിർബന്ധിക്കാം. എന്നിട്ട് അവസാനം അമ്മ പറഞ്ഞു, എന്നാ ഒരെണ്ണം എടുത്ത് എനിക്കെങ്കിലും താ, ഞാൻ രക്ഷപ്പെടട്ടെ. ഞാൻ പറഞ്ഞു 500 രൂപ വേണമെങ്കിൽ തരാം, ലോട്ടറി തരില്ല. അവസാനം ഞാൻ അവരോട് പറഞ്ഞു, ഇത് പാവമാണ്, ഇത് പാവമാണ്, ഇതെടുക്കാൻ പാടില്ല. അവരൊന്ന് ചിരിച്ചെടുക്കും. പാവാന്നൊക്കെ പറയുമ്പോ ഒന്ന് ചിരിക്കുക. കാരണം എന്തേ? അവര് പറഞ്ഞ എന്താ അമ്മയെ ചിരിച്ചത്? അവര് പറഞ്ഞ മറുപടി, നിങ്ങളുടെ ഒരു കാക്കാടെ കടയിൽ നിന്ന് ഞാൻ ഇത് എടുത്തോണ്ട് വന്ന് വിറ്റത്. അള്ളാഹു കാക്കട്ടെ. ഇതെവിടുന്ന് എടുത്തോണ്ട് തന്നെ ഇന്നതിന്റെ പേര് തന്നെ ബിസ്മില്ലാ ലക്കീ സെന്ററിൽ നിന്ന് കാണാം പലയിടത്ത് പോയാലും. അള്ളാഹു കാത്തിരിച്ചിക്കമാറാകട്ടെ. ഞാൻ നേരത്തെ ജോലി ചെയ്ത പള്ളിയിൽ ഒരിക്കൽ ഒരു കട ഉദ്ഘാടനത്തിന് വേണ്ടി പോയപ്പോ ഒരുത്തോ ഓടി വന്ന് മുണ്ടൊക്കെ അഴിച്ചിട്ടിട്ട് ഭയങ്കര വിനയത്തോടെ, ഉസ്താദ് വഴതൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ, കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാൻ. ഞാൻ ഇവന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്റെ കൂടെ വന്നവൻ ചോദിച്ചു, ഉസ്താദ് അവരെന്താ ജോലി എന്നറിയാം. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ലോട്ടറി കച്ചവട ഉസ്താദ്. അള്ളാഹു കാത്തിരിച്ചിക്കമാറാകട്ടെ. ഇതാണോ അവസ്ഥ? ഇതാണ് ഞാൻ പറഞ്ഞ അവസ്ഥ. നമ്മുടെ ദുആ ചെയ്യുന്നവന്റെ അവസ്ഥ ആലേക്ക്, ആമീൻ പറയുന്നവന്റെ അവസ്ഥ ആലേക്ക്. ദുആ ചെയ്യുമ്പോ ഒന്ന് കൈ പോലെ നേരെ പിടിക്കാൻ നമുക്ക് പറ്റണില്ല. ഇങ്ങനെ ദുആ ചെയ്തിട്ട് എന്ത് കിട്ടാനാ? എങ്ങനെയാ ദുആ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അല്ലാഹ് പറഞ്ഞല്ലോ, ദുആ ചെയ്യുന്നവന് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടെന്ന്. എങ്ങനെയാ ദുആ ചെയ്യേണ്ടതെന്ന് അറിയാം. ഞാനൊരു ദുആ പറഞ്ഞുതരാം. ആ ഫിർദൗസിൽ പോകുന്ന ഒരാൾ ചെയ്ത ദുആ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാ ദുആ ചെയ്യണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കടല് കണ്ടിട്ടുണ്ടോ? ഇവിടെ അടുത്ത് എവിടെ അവസ്ഥ കടലുണ്ടോ? പൊന്നാനി കടല് കണ്ടിട്ടില്ലേ? കടല് കണ്ടിട്ടുണ്ടാ? ആ കടലിന്റെ തിരമാല വരുമ്പോ നമുക്ക് പേടിയാ. കാരണം എന്തേ? പെട്ടുപോയ രക്ഷപ്പെടില്ല. കടലിന്റെ തിരമാല പോലും നമുക്ക് പേടി. നിങ്ങൾ കടലിൽ പോയിട്ടുണ്ടാ? കടലിന്റെ ഉൾഭാഗത്തേക്ക് പോയിട്ടുണ്ടാ? ഞാൻ പോയിട്ടുണ്ട്. ഒരിക്കൽ ചാടി കയറി തിരൂര് താനൂരിൽ നിന്ന് മീൻ പിടിക്കാൻ പോണ ബോട്ടിനകത്ത് ആഗ്രഹത്തോടെ വരുന്ന അവസ്ഥ വരുന്നു. ചാടിയും കയറി പടച്ചവനെ കുറച്ചു കഴിഞ്ഞപ്പോ മുകളിൽ ആകാശം 4 ഭാഗത്ത് വെള്ളം, കൈങ്ങനെ വിളയ്ക്കാൻ തുടങ്ങി. അവസാനം ഞാൻ ചോദിച്ചു, ഇവിടെ എത്ര ആഴമുണ്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, നമ്മുടെ നാട്ടിലെ തെങ്ങിന്റെ നീളത്തിന് ആഴമുണ്ടാകും, ഇവിടെ പോകുന്തോറും ആഴം കൂടുതലാണ്. നടുകടലിൽ ഒരു മനുഷ്യൻ വീണാൽ രക്ഷപ്പെടുമോ? എത്ര നീന്തലറിയുന്നവനാണെങ്കിലും ഒരാള് നടുകടലിൽ വീണാൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ഇനി പോട്ടെ, ആ കടലിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമിംഗലം. അതിന്റെ വലിപ്പം അറിയണമെങ്കിൽ ഞാൻ ലക്ഷദ്വീപിൽ വഴുതിന് പോയപ്പോ അവിടെ മ്യൂസിയത്തിൽ ഒരിക്കൽ പോയി. ഒരു മുള്ളിങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു ചെറിയ തിമിംഗല അവസ്ഥാന. അതിന്റെ നീളം കണ്ടപ്പോ തന്നെ ഞാൻ ചിന്തിച്ചു, വലുതെന്തായിരിക്കും? ആ കടലിലെ ഏറ്റവും വലിയ മീനാണ് തിമിംഗലം. ആ തിമിംഗലം എന്ന് പറയുന്ന മീൻ ഒരു മനുഷ്യനെ വിഴുങ്ങി ആ മീനിന്റെ വയറിനകത്ത് കിടക്കുന്ന മനുഷ്യൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലം, കടലിലെ ഏറ്റവും വലിയ മീൻ, ആ മീനിന്റെ വയറിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടാനാ? അവിടെ കിടക്കുന്ന ഒരാൾ എങ്ങനെ രക്ഷപ്പെടാനാ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ നടുകടലിൽ വലിച്ചെറിയപ്പെടുകയാണ്. അവിടെ നിന്ന് കടലിലേക്ക് കപ്പലിൽ നിന്ന് വലിച്ചെറിഞ്ഞു. അതാ തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്ന് വിഴുങ്ങുകയാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ആ മീനിന്റെ വയറ്റിനകത്താണ്. ആ തിമിംഗലം എന്ന് പറയുന്ന മനുഷ്യത്തിന്റെ വയറിനകത്ത് കിടക്കുകയാണ്. രക്ഷപ്പെടാനൊരു വഴിയില്ലടോ, രക്ഷപ്പെടാനൊരു ചാൻസ് ഇല്ലടോ. എന്നാ യൂനുസ് നബി അലൈഹിസ്സലാം ആ കടലിനടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് നബിയുടെ ദുആ പറയുകയാ. വനദാ സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് നബി വിളിക്കുന്നവനതാ കടലിന്റെ ഇരുള്, കടലിന്റെ അടിത്തട്ടില് വല്ലാത്ത ഇരുളാണ്. മീനിന്റെ വയറിനകത്ത് അതിനേക്കാളും വല്ലാത്ത ഇരുളാണ്. അവിടെ കിടന്ന് യൂനുസ് നബി വിളിക്കുന്നു, അല്ലാഹ് എന്നെ രക്ഷപ്പെടുത്തണം തമ്പുരാന്, എന്നെ സഹായിക്കണം തമ്പുരാന്. നിനക്ക് കഴിയും
കിടന്നിരുന്നെങ്കിൽ ഖിയാമത്ത് നാട് വരെ അതിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു. പടച്ചവനെ യൂനുസ് നബി ദുആ ചെയ്തപ്പോ ആഴ്ചകൾ കഴിഞ്ഞപ്പോ ഒരു പോറല് പോലും പറ്റാതെ യൂനുസ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്ന് കരയിലേക്ക് ജീവനോടെ തിരിച്ചു തന്നു എന്ന് ചരിത്രം പറയുമ്പോ ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. വയദഊനനാ റഗബൻ വറഹബാ. ഇതുപോലെ നിങ്ങളൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ദുആ ചെയ്തിട്ടുണ്ടോ? ആ മീനിന്റെ വയറിനകത്ത് കിടക്കുമ്പോഴും യൂനുസ് നബിക്ക് അറിയാം, എന്റെ പടച്ചവൻ എന്നെ സഹായിക്കും, എന്നെ രക്ഷപ്പെടുത്തും. അവിടെ കിടന്ന് ദുആ ചെയ്തപ്പോ അള്ളാഹു സഹായിച്ചടോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറത്ത് ഈമാൻ നൽകുമാറാകട്ടെ. ഈ പ്രതീക്ഷ വേണം നമുക്കും. ദുആ ചെയ്യുമ്പോ എന്റെ റബ്ബ് ചോദിച്ചാൽ തരുമെന്നുള്ള ഉറപ്പോടെ ദുആ ചെയ്യണം, പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യണം. ഇതെവിടെ പ്രതീക്ഷ? ചെയ്യുന്നവനുമില്ല, ആമീൻ പറയുന്നവനുമില്ല. ഈ ഉമ്മത്തിനെ പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശം എന്തെന്നറിയോ? നിരാശ. ഈ ഉമ്മത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ക്യാൻസറിനെക്കാളും വലുതാണ് നിരാശ. ഇനി ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. കല്ലങ്ങളായി കല്യാണം കഴിഞ്ഞു, മക്കളില്ല, കഴിഞ്ഞു. ഏത് കച്ചവടം ചെയ്തു, നേരെയാകുന്നില്ല, രോഗം മാറുന്നില്ല, പ്രയാസം മാറുന്നില്ല, എല്ലാം അവസാനിച്ചു. ഭാര്യ പറയുന്നു ഭർത്താവിന്റെ കുഴപ്പം, ഭർത്താവ് പറയുന്നു ഭാര്യയുടെ കുഴപ്പം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തേ അള്ളാഹ്ക്ക് തരാൻ കഴിയില്ലേ? ഞാൻ ചോദിക്കുന്നത്, നിനക്കൊരു വീട് തരാൻ അള്ളാഹിന് കഴിയില്ലേ? നിന്റെ രോഗം മാറ്റാൻ അള്ളാഹിന് കഴിയില്ലേ? നിന്റെ കച്ചവടം നേരെയാക്കാൻ അള്ളാഹിന് കഴിയില്ലേ? നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം തരാൻ അള്ളാഹിന് പറ്റൂലേ? എന്താ ചങ്ങാതി, നിനക്ക് മക്കളെ തരാൻ അള്ളാഹിക്ക് പറ്റൂല? നീ പറയുന്നത് 35, 40, 45, 50. എന്താണ് 50 വയസ്സ് കഴിഞ്ഞാൽ പ്രസവിക്കൂല എന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നെ? ഇന്ന് പെണ്ണ് തിരക്കുകയാ. പെണ്ണ് പറയുന്നു ഇക്കാടെ കുഴപ്പമോ എന്റെ കുഴപ്പമൊന്നുമല്ല. ഓം പറയുന്നു എന്റെ കുഴപ്പമല്ല, ഓളുടെ കുഴപ്പം. ആരാ പറഞ്ഞ കുഴപ്പം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശകളോ, നീ ദുആ ചെയ്യടാ ചങ്ങായി. അല്ല പറഞ്ഞതല്ലേ എന്നോട് നീ അല്ല പറഞ്ഞല്ലേ എന്നോട് നീ ദുആ ചെയ്, ഞാൻ തരാം നിനക്ക് വേണ്ടത്. എന്നോട് ദുആ ചെയ്താൽ ഞാൻ വെറും കൈയോടെ മടക്കില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ദുആ ചെയ്യാൻ. എടോ, മക്കളില്ലാത്ത ചങ്ങാതിമാരെ കണ്ട മരുന്നും കഴിച്ച് ഇങ്ങനെ നടക്കുക, നീ എന്തേ ദുആ ചെയ്യാത്ത? ഞാൻ പറയുന്നത് ദുആ ചെയ്താൽ അള്ളാഹു മക്കളെ തരുമെന്നാണ്. ഉറപ്പായിട്ടും അള്ളാഹു തരും. റബ്ബിനോട് ചോദിക്കേണ്ട രീതിയിൽ നിങ്ങൾ ചോദിക്കുക. ഒരു തെളിവ് ഞാൻ പറയാം, ഒരു ദുആ ഞാൻ പറയാം. സങ്കടപ്പെടുന്നവരോട്, പ്രയാസപ്പെടുന്നവരോട് ഞാനൊരു ദുആ പറയട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. ആരുടെ ദുആയാണ് പറയുന്നതെന്നറിയോ? ഫലസ്തീനിലെ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുണ്ടല്ലോ, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിനകത്ത് മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുകയാണ്. മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുകയാണ്. സക്കരിയ നബിയാണ് വളർത്തുന്നത്. സക്കരിയ നബിയാണ് വളർത്തുന്നത്. എങ്ങനെയാണ് മറിയം പള്ളിയിലെത്തിയതെന്നറിയോ? മറിയമിന്റെ ഉമ്മ ഗർഭിണിയായപ്പോ അവിടെന്ന് വിചാരിച്ചു ആൺകുട്ടിയാണെന്ന്. അവിടെന്ന് പറഞ്ഞു അല്ലാ എന്റെ കുഞ്ഞിനെ പള്ളിക്ക് കൊടുത്തേക്കാ. പക്ഷേ പ്രസവിച്ചപ്പോ പെൺകുട്ടിയാണ്. പക്ഷേ ഉമ്മ പറഞ്ഞ വാക്കു പാലിക്കുകയാണ്. സക്കരിയ നബിയാണ് വളർത്തുന്നത്. സക്കരിയ നബിയാണ് വളർത്തുന്നത്. അങ്ങനെ സക്കരിയ നബി പള്ളിയുടെ മിഹ്റാബിന് ചെന്നപ്പോ മറിയം ഇങ്ങനെ പഴം കഴിക്കുകയാണ്. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ, ആ മറിയം എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി പഴം കഴിക്കുകയാണ്. ആ പഴം സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്തതല്ല. പിന്നെ പടച്ചവര്, ആ പഴമെന്ന് പറയുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ്. മറിയം എന്ന് പറയുന്ന പെൺകുട്ടി പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് കഴിക്കുന്നത്. ഓരോ പഴത്തിനും സീസൺ ഉണ്ടോ? ഓരോ പഴങ്ങൾക്കും സീസൺ ഉണ്ട്. ഇത് സീസൺ അല്ലാത്ത സമയമാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ്. അതാ മറിയം എന്ന് പറയുന്ന പൊന്നുമോള് പള്ളിക്കകത്തിരുന്ന് കഴിക്കുന്നത്. അതുകൊണ്ട് സക്കരിയ നബി ചോദിക്കുന്നു, മറിയമേ എവിടെ നിന്നാ മോളെ? ഈ പഴം എവിടെ നിന്നാ മോളെ? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. പടച്ചവനെ സക്കരിയ നബിയോട് പറയുന്നു,
പറയുകയാ, അല്ലാഹുവിനോട് പറയുന്നു, ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വസ്തഅല റഅസു ശൈബാ വലൻ അകും ബിദുആഇക റബ്ബി സദിയാ. അല്ലാഹുവിനോട് പറയുന്ന പ്രായമായി റബ്ബേ, എല്ലുകൾ പൊടിയാൻ തുടങ്ങി പടച്ചവന്, എല്ലിൽ നിന്ന് മാംസം വിട്ടു തുടങ്ങി പടച്ചവര്, എനിക്ക് പ്രായമായി, എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് തമ്പുരാന്, എനിക്ക് മക്കളില്ല അല്ലാ. സക്കരിയാ നബി പറയുകയാണ്, അല്ലാഹുവേ എന്റെ ഭാര്യയുണ്ടല്ലോ, അവൾ പ്രസവിക്കാത്തവളാണ് തമ്പുരാന്. വകാനത് ഇംറഅതി അഖിറാ, എന്റെ ഭാര്യയ്ക്ക് പ്രായമായി പടച്ചവന്, അവള് പ്രസവിക്കാത്തവളാണ്. പെണ്ണെ 40, 50, 60 വയസ്സായാൽ ഒരു പെണ്ണിന്റെ മെൻസസ് പോലും നിലയ്ക്കുമല്ലോ. മെൻസസ് നിലച്ച ഒരു പെണ്ണെങ്ങനെ പ്രസവിക്കാനാണ്? സക്കരിയാനബിയുടെ ഭാര്യയുടെ പ്രായം 92 വയസ്സ് കഴിഞ്ഞു. ആ വൃദ്ധയാണ്, ആ വൃദ്ധയായ ഭാര്യ, വൃദ്ധനായ പ്രവാചകന്. ഈ രണ്ടുപേരും പടച്ചവനെ, അവർ രണ്ടുപേരും പ്രായമുള്ളവരാണ്. എന്നിട്ട് സക്കരിയാ നബി അല്ലാഹുവിനോട് പറയുകയാ, അല്ലാഹുവേ എനിക്കൊരു പൊന്നുമോനെ തരണേ അല്ലാ, എനിക്കൊരു മകനെ വേണം തമ്പുരാന്. എത്രാമത്തെ വയസ്സിലാണോ? മക്കളെ വേണമെന്നല്ല, എനിക്കൊരു പൊന്നുമോനെ വേണം പടച്ചവന്, എനിക്കൊരു പൊന്നുമോനെ വേണം പടച്ചവന്. അല്ലാഹു കൊടുത്തടോ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം പടച്ചറപ്പിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു കൊടുത്ത മകനാണ് യഹ്യാ. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്, ഒരിക്കലും വയസ്സ് തടസ്സമല്ല, ഒരിക്കലും പ്രായം തടസ്സമല്ല, ഒരിക്കലും രോഗം തടസ്സമല്ല. ഡോക്ടർമാര് പലതും പറയും, ചെറുപ്പക്കാരാ. സക്കരിയാ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് പറയാ, പ്രായമായി, രോഗമുണ്ട്, പ്രയാസമുണ്ട്, അല്ലാഹ് എന്റെ എല്ലുകൾ പൊടിയുന്ന പടച്ചവന്. 100 വയസ്സ് കഴിഞ്ഞ് തമ്പുരാനെ, എന്റെ ഭാര്യക്കോ അവൾക്കും പ്രായമായി പടച്ചവനെ, മക്കളില്ല അല്ലാഹ്. പടച്ചവന് നിനക്ക് കഴിയും എനിക്ക് തരാൻ. ഇതാ ദുആ. അല്ലാഹ് നിനക്ക് പറ്റൂ എനിക്ക് തരാൻ, എനിക്ക് തന്നേ പറ്റൂ അല്ലാഹ്. യഹ്യ എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ കൊടുത്തു. വിശുദ്ധ ഖുർആൻ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ ദുആ. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. അല്ലാഹ് പറഞ്ഞ വാഗ്ദാനമാ, എന്നോട് ചോദിച്ചാൽ ഞാൻ തരും. നിനക്ക് എന്താ തരാത്ത അല്ലാഹ്? നീ ചോദിച്ചിട്ട് നിനക്ക് തരാത്ത എന്താ? അല്ലല്ലേ പറഞ്ഞ, പറ്റിക്കത്തില്ലല്ലോ അല്ലാഹ്. അല്ല രാഷ്ട്രീയക്കാരനല്ല വാക്ക് മാറ്റാൻ. അല്ലാഹ് പറഞ്ഞത് ചോദിച്ചാൽ തരാമെന്ന, ചോദിക്കേണ്ടതുപോലെ ചോദിക്ക്. അല്ലാഹു ഉറപ്പായിട്ടും തരും. പ്രതീക്ഷ വെക്ക്, നിരാശകളാ. എന്റെ റബ്ബിനിക്ക് തരുമെന്നുള്ള ഉറച്ച യഖീനോടുകൂടി ചോദിക്ക്. അപ്പൊ ഉറപ്പായിട്ടും അല്ലാഹു തരും. അല്ലാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. ഈ മക്കളില്ലാത്തവരോട് ഞാൻ ചോദിക്കട്ടെ, കച്ചവടമില്ലാത്തവരോട് ചോദിക്കട്ടെ, നീ തേരാപാര ഇനി പോകാൻ സ്ഥലമൊന്നുമില്ലല്ലോ. ഡോക്ടറെ കാണാൻ പോയി, വൈദ്യന്മാരെ കാണാൻ പോയി, ഇനി മറ്റുള്ള സ്വാമിമാരെ കാണാൻ പോയി, എല്ലായിടത്തും പോയില്ലേ? എന്നാ ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഖുർആനിനെക്കാളും വലിയ മരുന്ന് ലോകത്തുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിൽ ഇല്ലാത്ത എന്താ ഉള്ളേ? എടോ, ഏത് രോഗം മാറാനുള്ള മരുന്ന് ഖുർആനിലുണ്ട്, എന്ത് പ്രയാസം മാറാനുള്ള വഴി ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനിൽ ഇല്ലാത്ത ഒന്നുമില്ല. മഹാനായ ഹസൻ ബസ്രി തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഒരിക്കൽ കുട്ടികൾക്ക് ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാള് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വെള്ളമില്ല, മഴയില്ല, വല്ലാത്ത ക്ഷാമമാ, വലിയ പ്രയാസമാ, തങ്ങളെ ദുആ ചെയ്യണം. എന്താ ചെയ്യാ? വെള്ളമില്ല അല്ലേ? എന്നാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞു, വെള്ളം കിട്ടും. മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു. മഴയില്ല, വെള്ളമില്ല എന്ന് പറഞ്ഞു വന്ന ആളോട് പറഞ്ഞത് എന്തു പറയാനാ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞാ മതി, വെള്ളം കിട്ടും. പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ രണ്ടാമതൊരാള് വന്നു, തങ്ങളെ കച്ചവടമൊക്കെ ആകെ നഷ്ടത്തില, വലിയ പ്രയാസത്തിലാ തങ്ങളെ, എന്താ ചെയ്യാ? കച്ചവടം ഇല്ല അല്ലേ, ബർക്കത്ത് വേണം ഇല്ലേ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഓനോട് അതേ മരുന്ന് തന്നെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ മൂന്നാമതൊരാള് വന്നു, തങ്ങളെ കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി, മക്കളില്ല, തങ്ങളെ വലിയ സങ്കടത്തില അല്ലേ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. ഓനോടും അത് തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ ശിഷ്യന്മാരിത് ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് എല്ലാത്തിനും ഒരു മരുന്ന് തന്നെയാണോ? എടാ, മഴയില്ലെന്ന് പറഞ്ഞവനോട് അസ്തഗ്ഫിറുല്ലാഹ്, മക്കളില്ലെന്ന് പറഞ്ഞവനോട് അസ്തഗ്ഫിറുല്ലാഹ്, കച്ചവടത്തിൽ പ്രയാസമാണെന്ന് പറഞ്ഞവനോടും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. ഇതെന്താ എല്ലാത്തിനും ഒരു മരുന്നാ? അപ്പോഴാണ് മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ.
فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മരുന്നാണ് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ. വെള്ളമില്ലേ, ക്ഷാമമാണോ, പ്രയാസമാണോ, അസ്തഗ്ഫിറുല്ലാഹ് പറ സഹോദരാ. കടയിൽ കച്ചവടമില്ലേ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ. പെങ്ങളെ മക്കളില്ലേ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാണ്. ദുആ ചെയ്ത ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹുവിന്റെ മുമ്പിൽ ആരെങ്കിലും കൈനീട്ടിയാൽ, എന്റെ മുമ്പിൽ കൈനീട്ടിയാ വെറുതെ വിടാ, നിന്റെ മുമ്പിൽ കൈനീട്ടിയാ വെറുതെ വിടാ. എന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ ആരെങ്കിലും കൈനീട്ടിയാ അല്ലാഹുവിന് ലജ്ജയാ, വെറുതെ മടക്കാർ. അല്ലാഹു മാന്യനാടോ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഒരാള് ദുആ ചെയ്താ മൂന്നാലൊരു കാര്യം അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലാഹു നിനക്ക് തരും. ഒന്ന് നീ ചോദിച്ചത് തന്നെ തരും, ഒന്ന് നീ ചോദിച്ചത് തന്നെ തരും. ഇനി അല്ലാഹു തന്നില്ലെങ്കിലോ പരലോകത്തേക്ക് മാറ്റിവെക്കുകയാണ്. മീസാൻ എന്ന് പറയുന്ന ത്രാസിലേക്ക് നിന്റെ ദുആ അല്ലാഹു മാറ്റിവെക്കുകയാണ്. അല്ലെങ്കിലോ ചോദിച്ചത് തന്നില്ല, മീസാനിലേക്ക് മാറ്റിവെച്ചില്ല, നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്ത് അല്ലാഹുവേ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ദുആ എന്ന് പറഞ്ഞാൽ അതാണ്, ദുആ എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. പ്രതീക്ഷ കൈവിടരുത്, പ്രതീക്ഷ കൈവിടരുത്. നിരാശ ജീവിതത്തിൽ കടന്നു വരരുത്. എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചാ എന്റെ റബ്ബ് ഉറപ്പായിട്ടും എനിക്ക് തരുമെന്ന് പറയുന്ന ആ ഉറച്ച വിശ്വാസത്തോട് നീ റബ്ബിനോട് ദുആ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ടോ? സഹോദരാ, രക്ഷപ്പെട്ടടോ. നമ്മുടെ വാപ്പയ്ക്ക് പടച്ചവനെ സങ്കടം വന്ന വാപ്പ കണ്ണ് ചാപ്പില് പോകാറില്ല. വാപ്പയ്ക്ക് എന്തെങ്കിലും സങ്കടം വന്ന നേരെ അല്ലാഹുവിന്റെ പള്ളിയിൽ ചെന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വാപ്പ അവിടെ ഇരുന്ന് കരഞ്ഞു ദുആ ചെയ്യുമായിരുന്നു. പരിഹാരം അല്ലാഹു കൊടുക്കുമായിരുന്നു. നമ്മുടെ ഉമ്മമാർക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാരുടെ മഖാമുകളിൽ ചെന്നിട്ട് അവിടെ ഇരുന്ന് കൊണ്ടൊരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യുമായിരുന്നു. അവർക്ക് പരിഹാരമുണ്ടായിരുന്നു. നമുക്കൊന്ന് വിശ്വാസമില്ല, നമുക്കൊന്ന് പ്രതീക്ഷയില്ല, നമുക്ക് ദുആ ചെയ്യാനുള്ള മനസ്സില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്തോ. വരുമാനത്തിന് വേണ്ടിയാണ് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ അല്ലാഹു തന്നതിൽ നിന്നൊരു സദഖ എടുക്കാൻ കഴിയുമോ? ഒരാളും വെറുതെ എടുക്കണ്ടടോ. ഒരാളും 5 നയാ പൈസ വെറുതെ കൊടുക്കണ്ട. നീ കൊടുക്കുന്നത് 10 രൂപയാണോ? നിനക്കാണ് നേട്ടമുള്ളത്, നിനക്കാണ് പ്രയോജനമുള്ളത്. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സംഘാടകർ ബക്കറ്റുമായി മുമ്പിൽ വരികയാ. കണ്ടില്ലെന്ന് നടിക്കണ്ട, ഉറക്കം നടിക്കണ്ട. മോനെ, പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുന്ന കാലമാണ്. എന്തെല്ലാം രോഗമാണ്, എന്തെല്ലാം രോഗമാണ്. സഹോദര, കുടുംബത്തിന്റെ സർവ്വ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു പോകുമ്പോഴോ പടച്ചവനെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു തങ്ങള്, ആ തങ്ങളുടെ മകൾക്ക് 14 വയസ്സാണ്. ഹാഫിളത്താണ്, ഹാഫിളത്താണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളുടെ തലയ്ക്കകത്തൊരു വേദന. ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു തങ്ങള് തന്റെ പൊന്നാര മകളുടെ തലയുടെ പുറകിലൊരു വേദന. ആ വേദന കൂടി അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പെൺകുട്ടിയുടെ ബോധം നഷ്ടപ്പെട്ടു പോയി. അവസാനം എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ കൊണ്ട് സ്കാനിംഗ് ഒക്കെ ചെയ്ത റിപ്പോർട്ട് വന്നു. ഡോക്ടർ പറയുന്നു 1 കോടി ആൾക്കാരിൽ ഒരാൾക്ക് വരുന്ന രോഗം.
1,00,000 രൂപയായിരുന്നു ഒരു ഇഞ്ചക്ഷൻ, ബ്ലഡ് കട്ടിയാകാതിരിക്കാൻ. ബാംഗ്ലൂരിൽ കൊണ്ടുപോയി പൊന്നുമോളെ, രക്ഷയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യാഴാഴ്ച ദുഹറിന് ബാങ്ക് വിളിക്കുമ്പോ ആ 14 വയസ്സുകാരി ഉപ്പയുടെ മുമ്പിൽ കിടന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 3 ദിവസം കൊണ്ടെല്ലാം കഴിഞ്ഞു. 3 ദിവസം ആ തങ്ങൾ എന്നും സങ്കടത്തിൽ. അള്ളാഹു സമാധാനം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ. കളിച്ചും ചിരിച്ചും നടന്ന ഉപ്പ, എനിക്കൊരു നല്ല ഫർദ വാങ്ങി വെക്കണേ എന്ന് ഉപ്പാനോട് വിളിച്ചു പറഞ്ഞ പൊന്നുമോളെന്ന് ഉപ്പയുടെ വീടിന്റെ മുമ്പിലുള്ള പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുകയാണ്. ഇത്രയേ ഉള്ളൂ സഹോദര. വയനാട് ദുരന്തമുണ്ടായി. ഞാൻ കടന്നു ചെന്നു. എന്തെല്ലാം കാഴ്ചകൾ, പടച്ചവനെ, എല്ലാം തകർന്ന തെരിപ്പണമായി. എല്ലാം പോയില്ലേ? എന്തേ നമ്മൾ മനസ്സിലാക്കാൻ കഴിയാത്തത്? എന്തെല്ലാം രോഗമുള്ളവരുണ്ടോ? നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കും. അള്ളാഹിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കും. അതാ ചങ്ങാതി ക്യാൻസറിന്റെ ടെസ്റ്റിന് അയക്കുമ്പോ എന്നാ ഉസ്താദെ പള്ളിക്ക് പാവങ്ങൾക്ക് തരാ മനസ്സ് കാണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എനിക്ക് കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് വയലുണ്ടായിരുന്നു. 5000 രൂപയാണ് ഒരു പാവപ്പെട്ട വീട്ടുജോലിക്ക് പോകുന്ന 4 മക്കളുടെ ഉമ്മ ഉസ്താദ് ക്യാൻസറിന്റെ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. 5000 രൂപ സദക്ക നൽകി. ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് റിസൾട്ട് വന്നു, അൽഹംദുലില്ലാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും, രോഗങ്ങളെ കരിച്ചു കളയും സദക്ക. അതുകൊണ്ട് അൽഹംദുലില്ലാ, ബക്കറ്റുമായി സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. അള്ളാഹു തന്നതാ, നീ ഉണ്ടാക്കിയതല്ല. അതിൽ നിന്നൊരൽപ്പം എടുത്തിട്ട് അള്ളാഹുവിന് തന്നെ കൊടുക്ക്. എന്നിട്ട് റബ്ബിനോട് പറ, പടച്ചവനെ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണം. ബക്കറ്റിന്റെ ബക്കറ്റ് എടുക്കുക, ഓടി വാ. എല്ലാവരും പോക്കറ്റ് കൈവച്ച് പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് യാചിക്കുന്നവരെ കണ്ടിട്ടില്ലേ? വെള്ളിയാഴ്ച നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് കാത്തു നിൽക്കുന്നവരെ കണ്ടിട്ടില്ലേ? ക്യാൻസർ ആ ട്യൂമറാണെന്നൊക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിനോട് ഒരു നല്ല സദക്ക എടുത്ത് ബക്കറ്റിൽ ഇട്ടിട്ട് പറ, പടച്ചോനെ, എന്നെ നീ കാക്കണേ അല്ല, എന്നെ അറുത്തു മുറിക്കല്ലേ അല്ല. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കനുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന ഒരു നല്ല നിയ്യത്തോടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബക്കറ്റ് കൊണ്ടുപോകുന്ന കാക്കാമാർ ഇത്തിരി സ്പീഡ് കുറയ്ക്കണം കേട്ടോ. ബക്കറ്റ് കൊണ്ടുപോകുന്നവർ ഇത്തിരി സ്പീഡ് കുറയ്ക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാവരും അവരവരുടെ കയ്യിലുള്ളത് കൊടുക്കുക, നഷ്ടമൊന്നുമില്ല. നിങ്ങളുടെ മദ്രസയുടെ വരുമാനത്തിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത് കൊടുക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നബി തങ്ങൾ ഖുർആൻ പറയുന്ന 2 അല്ലാഹുവിനോട് ദുആ ചെയ്യ്. എന്ത് പ്രയാസം വന്നാലും എന്റെ റബ്ബെന്നെ സഹായിക്കും, എന്റെ റബ്ബെന്നെ സഹായിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി അല്ലാഹുവിനോട് ദുആ ചെയ്യ്. അല്ലാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. 2 3 നിർത്താറായോ? നിർത്താറായോ? മടുത്തെങ്കിൽ പറയണം ഇൻഷാ അല്ലാഹ്. പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവപ്പിക്കുക. പൈസ ചോദിക്കുമ്പോ ഇവിടെ തന്നെ കാണണം. എല്ലാം ഇരുവി ചോദിക്കുമ്പോ എല്ലാരും ഇവിടെ തന്നെ കാണണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. മൂന്നാമത്തെ സ്വഭാവ ഗുണം എന്തെന്നറിയുമോ? വകാനൂ ലനാ ഖശീൻ. അല്ലാഹ് പറയുന്ന മൂന്നാമത്തെ സ്വഭാവം, 1 ഒരു നല്ല കാര്യം ചെയ്യാൻ അവർക്ക് മനസ്സുണ്ടാകും, ഒരു നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ടാകും, ഒരു നന്മ പറഞ്ഞാൽ. 2 അവര് പ്രതീക്ഷയോടുകൂടി എന്ത് പ്രയാസം വന്നാലും അല്ലാഹുവിനോട് ദുആ ചെയ്യും. 3 അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് അല്ലാഹുവിനെ പേടിയുണ്ടോ? നമുക്ക് അല്ലാഹുവിനെ പേടിയുണ്ടോ?
നമുക്ക് അള്ളാനെ പേടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ വയല് വേണ്ടല്ലോ. നമുക്ക് അള്ളാനെ പേടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ആകുമോ? എന്നിട്ട് അള്ള ഉണ്ടോന്ന് തന്നെ ഇപ്പൊ സംശയമില്ലാത്തതിന്. അള്ള ഉണ്ടോന്ന് തന്നെ. കാരണം എന്തേ? അള്ളാനെ കുറിച്ച് ഒന്നും അറിയില്ല നമുക്ക്. അള്ള ആരാണെന്ന് പോലും നമുക്കറിയില്ല. പഠിക്കാൻ സമയമില്ല നമുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാനെ കുറിച്ച് നമുക്ക് അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ആകില്ല. ഇന്നത്തെ പണ്ട് ഒരു തെറ്റ് ചെയ്യാൻ പേടിയ. വീടി വലിക്കുന്നവനും ഒളിഞ്ഞിരുന്നാ വലിക്കണം. പരസ്യമായി വീടി വലിക്കാറില്ല, ഒളിച്ചും പാത്തും. ഉസ്താദിനെ കാണുമ്പോഴൊക്കെ പുകയൊക്കെ കളഞ്ഞിട്ട് എന്താ കഷ്ടപ്പാടെന്നറിയാം. പ്രായമുള്ളവരെ കാണുമ്പോൾ മുണ്ട് മടക്കി കുത്തിയവൻ അഴിച്ചിടും, ഇല്ലേ? എന്തൊരു ബഹുമാനം. പെണ്ണുങ്ങൾ ഉസ്താദിനെ കാണുമ്പോൾ 2 സമയത്താ പെണ്ണുങ്ങൾ തലേ തുണിയിടുന്നത്. എപ്പോഴൊക്കെയാണെന്നറിയാവോ? എപ്പോഴൊക്കെയാ പെണ്ണുങ്ങൾ തലേ തുണിയിടുന്നത്? 1 ബാങ്ക് വിളിക്കുമ്പോ, 2 ഉസ്താദിനെ കാണുമ്പോൾ. ഇപ്പൊ 2ഉം ഇല്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പണ്ട് ഉസ്താദിനെ കാണുമ്പോ തലേ തുണി ഇടുമായിരുന്നു, ഇപ്പൊ അതുമില്ല. ഉസ്താദിനെ കണ്ടാൽ ഉള്ളതും കൂടെ ഊരിയിടുന്ന കാലമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നമുക്ക് അള്ളാനെ പേടിയില്ലടോ. ഇവിടെ പണ്ട് തെറ്റ് ചെയ്യാൻ പേടി. ഇപ്പൊ നോക്കിക്ക്, ഇപ്പത്തെ അവസ്ഥ എന്തെന്നറിയോ? നന്മയും ചെയ്യും തിന്മയും ചെയ്യും ഒരേപോലെ. പേടിയില്ല. നന്മയും തിന്മയും ഒരേപോലെ ചെയ്യുന്നു. ഭയമില്ലാതെ പോയി. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു 15 വർഷം മുമ്പ്, ഇപ്പത്തെ കാര്യമല്ല, ഒരു 10-15 വർഷം മുമ്പ് അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആരെങ്കിലും ഒരാള് കള്ളു കുടിക്കുമോ? നിങ്ങൾ എന്താ എന്നെ നോക്കിയിരിക്കണം? കുടിക്കാറുണ്ടോ? പണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആരെങ്കിലും കള്ളു കുടിക്കോ? ഉറക്കപ്പറ, കുടിക്കോ? കള്ളു കുടിക്കുന്ന ആരെങ്കിലും നിസ്കരിക്കാൻ വരുമോ? ഇല്ല. ഇവിടെ കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ വരില്ല. നിസ്കരിക്കുന്നവൻ കള്ളു കുടിക്കില്ല. വ്യഭിചരിക്കുന്നവൻ പള്ളി വരൂല. പള്ളി വരുന്നവൻ വ്യഭിചരിക്കൂല. പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളിയിൽ വരില്ല. പള്ളിയിൽ വരുന്നവൻ പലിശ കച്ചവടം നടത്തൂല. ഇത് പണ്ട്. ഇപ്പൊ പറ, കള്ളു കുടിക്കുന്നവൻ പള്ളി വരുവോ? ഇപ്പൊ പറ, ഈ കാലഘട്ടത്തിൽ പറ, കള്ളു കുടിക്കുന്നവൻ പള്ളി വരുവോ? അവൻ നിസ്കരിക്കുകയും ചെയ്യും, കഞ്ചാവ് അടിക്കുകയും ചെയ്യും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു കാക്കുമാറാകട്ടെ. കള്ളും കുടിക്കും, നിസ്കരിക്കും, വ്യഭിചരിക്കും, കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കും പള്ളി പരിപാലിക്കാൻ. അല്ലാഹു കാക്കുമാറാകട്ടെ. എടോ, ഇന്ന് കാലഘട്ടം അങ്ങനെയായി മാറി. ഭയമില്ല. ഇന്ന് ഭയമില്ലടോ. എടോ, വെള്ളിയാഴ്ച പള്ളിയിലെ ഖത്തീബിന് പ്രസംഗിക്കാൻ പറ്റുമോ? ഉസ്താദ് എങ്ങാനും വെള്ളിയാഴ്ച പള്ളിയിൽ കയറിയിട്ട് കള്ളുകുടിയെ കുറിച്ച്, കഞ്ചാവിനെ കുറിച്ച്, അല്ലെങ്കിൽ വ്യഭിചാരത്തെ കുറിച്ച്, പലിശയെ കുറിച്ച്, ലോട്ടറിയെ കുറിച്ച് ഉസ്താദ് പ്രസംഗിക്കുമ്പോ പള്ളിയുടെ മൂലയിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയുക, ഇന്ന് നമുക്കിട്ടാണ് താങ്ങുന്നതെന്ന്. കാരണം എല്ലാം പള്ളിക്കകത്തുണ്ട്. ഇന്ന് എല്ലാരും പള്ളിക്കകത്തുണ്ട്. കള്ളുകുടിക്കനുമുണ്ട്, വ്യഭിചരിക്കുന്നവരുമുണ്ട്, പലിശ ഉണ്ടാക്കുന്നവരുണ്ട്, എല്ലാം പള്ളിക്കകത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന് ഭയമില്ലാതെ പോയി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയിപ്പോയെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹിനെ കുറിച്ച് എന്തുകൊണ്ട് ദീനില്ലാതെ പോയടോ? ഇന്നത്തെ കുട്ടികൾ ചോദിക്കുന്നത്, ഉസ്താദ് ഈ നരകമൊക്കെ എവിടെയായിരിക്കണേ എന്ന് ചോദിക്കണം. ഉസ്താദ്, ഇതൊക്കെ ആ പ്രായമുള്ളവരോട് പറ. വിദ്യാഭ്യാസമുള്ള ഞങ്ങളോട് എവിടെ ഈ നരകം ഇരിക്കണേ? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, അതോ കടലിനടിയിലാണോ, അതോ കുഴിച്ചിട്ടേക്ക് പാടോ, എവിടാന്ന് ചോദിക്കുന്നത്? ഉസ്താദ്, നിങ്ങൾ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ നന്നാകില്ല. ഞങ്ങൾ ഇങ്ങനെ, നിങ്ങൾ വഅദ് പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ന് ഞാൻ മൊബൈലിൽ കണ്ടു പടച്ചവരെ ഉസ്താദന്മാരെ ഇപ്പൊ ട്രോളുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ഒരു ഉസ്താദ് നോക്കുമ്പോ ഒന്ന് സ്റ്റേജൊക്കെ കെട്ടിയിട്ട് ഷാളൊക്കെ ഇട്ട് ഒരാൾ വന്നിട്ട് പ്രസംഗിച്ചിട്ട് സിനിമാ പാട്ടും പാടിയിട്ട് ഇത് വീഡിയോ കളിയാക്കോ? ആരുമീങ്ങളെ പ്രസംഗിക്കുന്നവരെ കളിയാക്കുന്നു, പരിഹസിക്കുന്നു, ട്രോളുന്നു. ഉമ്മാർക്കൊന്നും ഇവരൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഉസ്താദന്മാരെ നാണം കെടുത്തുന്നു. ഇന്നത്തെ തലമുറ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാണ്. നിങ്ങൾ പറയണ പോലെ സ്വപ്നലോകത്ത് ജീവിക്കണമെങ്കിൽ വല്ല വനത്തിലും പോയി ജീവിക്കണം. സിറാജ്, നീയൊക്കെ പറയണ പോലെ ഹറാമ് തിന്നാൻ പാടില്ല, ഹറാമ് കാണാൻ പാടില്ല, ഹറാമ് ചെയ്യാൻ പാടില്ല. എങ്ങനെ ജീവിക്കുക? അങ്ങനെ ഉണ്ടെങ്കിൽ വല്ല വനത്തിൽ പോയി വീരപ്പൻ ജീവിച്ച പോലെ ജീവിക്കണം, അല്ലാതെ പറ്റൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതം ആസ്വദിക്കാനുള്ളത് ആസ്വദിച്ചോ, നല്ലതുപോലെ ആസ്വദിച്ചോ. കളിയും ചിരിയും തമാശയും തോന്നുന്നതൊക്കെ തിന്നിങ്ങനെ നടന്നോ? നമുക്കൊന്നും ഇല്ല താത്താമാരെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളെ നിങ്ങൾ കളിയാക്കിയാലും പരിഹസിച്ചാലും നമുക്കൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ ഖുർആനിലെ ഒരായത്ത് മാത്രം നീ മറന്നു പോകരുത്. നിനക്ക് നടക്കുന്ന ആൾക്കാരോട് ജീവിതം ആസ്വദിക്കാനുള്ളതാ, സുഖിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ജീൻസും പാന്റും ഇട്ടുകൊണ്ട് റീൽസ് ഒക്കെ എടുത്ത് നടക്കണ താത്ത, ഇതൊക്കെ ഇങ്ങനെ ലൈക്ക് ഷെയർ എന്ന് പറഞ്ഞ് നടക്കല്ലേ?
ഞാൻ ആസ്വദിച്ച് നടന്നോ പെണ്ണേ. ഇപ്പൊ താത്താമാര് മൊത്തം പാട്ട് ഇപ്പം വാഴതോക്കല്ലേ എന്താ അവസ്ഥ വെച്ചിട്ട് ഇങ്ങോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നിട്ട് എന്തെല്ലാം എന്ത് കാണിക്കുന്നത്, എന്തു വേണമെങ്കിലും ചെയ്തോ, നോ പ്രോബ്ലം. പക്ഷെ ഖുർആനിൽ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം, ഇത് നീ മറന്നു പോകരുത്. എന്റെ ചെറുപ്പക്കാരോട് എല്ലാരോടും എന്റെ നഫ്സിനോടും ഞാൻ പറയുന്നത്, ഖുർആനിലെ ഒരു ആയത്ത് പറയാം. ഒന്നാമത്തെ ആയത്ത് ഏതാ? ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് ഏതാ? ഇനി അവസാനത്തെ ആയത്ത് എന്ന് പറയും. ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്ത് ഏതാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവസാനത്തെ ആയത്ത് ഏതാ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആനിൽ അവസാനത്തെ ആയത്ത്. ഓന്തോടി എവിടെ വരെ ഓടൂടാ ചങ്ങാതി, നീ എവിടെ പോവാനാ? അല്ലാഹ് നമ്മളോട് ചോദിക്കുകയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോകാനാണ് സിറാജേ? എന്റെ മുമ്പിൽ തന്നെ നീ വരും, നിന്നെ ഞാൻ എന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരും. നീ എവിടെ പോയാലും നീ ഒരു ദിവസം എന്റെ മുമ്പിൽ വരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ദീൻ പഠിപ്പിച്ചു കൊടുക്കും മക്കൾക്ക്. ദീനില്ലാതെ പോയി, ഇന്നത് ദീനില്ലാതെ പോയടോ. പണ്ട് നിങ്ങൾ ആലോചിക്കുക, ദീനില്ലാതെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിക്കാഹ് എന്ന് പറയുന്ന പരിപാടി ഇന്ന് ഇല്ലാതായിരിക്കുകയാണ്. നിക്കാഹ് എന്ന് പറയുന്നത് എന്താ എന്ന അവസ്ഥ ആലോചിക്കുക. ഇവിടെ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ പയ്യൻ ആകെ പെണ്ണിന്റെ വീട്ടിൽ പോകുന്നത് കെട്ടിയിട്ട നിക്കാഹിനാണ്. ഒരാണ് ഭർത്താവ് പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ പയ്യൻ ആകെ പോകുന്നത് നിക്കാഹ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ആ പെണ്ണിന്റെ വീട്ടിൽ പോകുന്നത്. നിക്കാഹ് കഴിച്ചു, അൽഹംദുലില്ലാഹ്, ഭാര്യയും ഭർത്താവുമായി. ഇന്നോ ഉറപ്പിക്കുമ്പോഴേ ഇവ പോകും. എന്താ പറയാ, വളയിടിയില് എന്ന് പറഞ്ഞാൽ പണ്ട് വീട്ടിലെ പെണ്ണുങ്ങൾ പോയി, ഉമ്മായും പെങ്ങന്മാരെല്ലാരും കൂടെ പോയി ആ പെണ്ണിനൊരു സ്വർണം ഇട്ടിട്ട് ഉറപ്പിക്കും, നിന്നെ കെട്ടാൻ തീരുമാനിച്ചു എന്ന് ഒരു ഉറപ്പിക്കുന്ന പരിപാടി. ഇന്നോ നാണമില്ലാത്തവൻ പോകും. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, കത്തി തുടങ്ങി. കുഴപ്പമില്ല, അല്ലാഹ് അത് ചെറുതായിട്ട് പൊട്ടിയതല്ലേ ഉള്ളൂ, പൊട്ടലൊക്കെ വരുന്നല്ലേ ഉള്ളൂ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറായ കുഴപ്പമൊന്നുമില്ല. അല്ലാഹ് മരിച്ച ശരീരത്തിന്റെ കൂലിയാണ്. അല്ലാഹു സ്വർഗ്ഗം നിൽക്കുമാറാകട്ടെ. വീണ്ടും നോക്കിക്കേ, എടാ ചങ്ങായി, കല്യാണം ഉറപ്പിക്കാൻ പെണ്ണുങ്ങൾ മാത്രം പോകുന്ന പരിപാടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ വളയിടിയിൽ എന്ന് പറയും, ഇവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ആ വളയിടിയില് പോകുമ്പോഴും ഇവ ഒരുങ്ങിക്കെട്ടി പോവാ. ആരുടെ വീട്ടിൽ? പെണ്ണുമ്പിള്ള വീട്ടിൽ. അവിടെ പോയിട്ട് നാണമില്ലാതെ പാപ്പ ആഡിറ്റോറിയം എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റഹ്മാനായ അല്ലാഹ്, വാ മോനെ കേറി എന്റെ മോളുടെ കൂടെ നിൽക്കടാ, കൂടെ നിർത്തിയിട്ട് ഫോട്ടോ എടുപ്പ്, തോളത്ത് കയ്യിടാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ പാപ്പ നിക്കാഹ് നടത്തുന്നത്? എടാ, നിക്കാഹ് പോലും നടത്താതെ ആ പെണ്ണിന്റെ ശരീരത്ത് തൊടാനുള്ള സമ്മതം നാണമുണ്ടോ പെണ്ണ് നിനക്ക്? നീ വ്യഭിചരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്ക. വാപ്പ കേറിന്നോ, അവന്റെ കൂടെ കയറി നിൽക്ക്. നീ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹിനെ കുറിച്ച്? നീ മരിച്ച രക്ഷപ്പെടുന്ന സഹോദരി. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം രീതിയിലുള്ള പേക്കൂത്തുകൾ നടത്തുന്നു, എന്തെല്ലാം നടക്കുന്നു. പിന്നെ കിട്ടുന്നതൊന്നും പറയാതിരിക്കലാ നല്ലത്. നിക്കാഹൊക്കെ ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞിട്ട് നാട്ടുകാരെ ബോധിപ്പിക്കാൻ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കളിയാക്കി എവിടെ കൊണ്ട് എത്തിക്കുന്നു? ദീനില്ലട ചങ്ങാതി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, മക്കളെ, അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നിങ്ങളുടെയൊക്കെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറയാത്ത എന്തെന്നറിയോ? നിനക്ക് തിരിയാത്തത് കൊണ്ടാ, നിനക്കതിന്റെ വില അറിയാത്തത് കൊണ്ടാ. കാരണം നീ വലിയ തങ്ങളാ അല്ലേ? നീ നിസ്കരിക്കും, നീ നോമ്പ് പിടിക്കും, നീ ഖുർആൻ ഓതും, നീ നന്മ ചെയ്യും. പിന്നെന്തിന് ഞാൻ ഉസ്താദേ? എന്റെ പൊന്നാര കാക്ക, നീ എത്ര വലിയ തങ്ങളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നിന്റെ പെണ്ണുമ്പുള്ള നേരെ അല്ലെങ്കിൽ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വാപ്പ ഏറ്റവും നല്ല മനുഷ്യനാ, ഭർത്താവ് നല്ല മനുഷ്യനാ, ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കളുടെ കാര്യം പോക്കാം. ഭർത്താവ് എത്ര വലിയ തങ്ങളാണെങ്കിലും, ഇനി ആരുമാകട്ടെ, എത്ര വലിയ ഇമാമോ വാഴതോ ആരുമാകട്ടെ, സിറാജ് നല്ലവനാ, സിറാജിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കളുടെ കാര്യം പോക്കാം. ഇത് ഞാൻ പറഞ്ഞതല്ല, തെളിവ് ഞാൻ പറഞ്ഞു തരാം. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. കൂട്ടുകാരൻ നൂഹിന്റെ പേരല്ല പറഞ്ഞ്, ഒരു നബിയുടെ പേരാ പറഞ്ഞ്, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അതുപോലെ വാഴ പറഞ്ഞ് വേറെ ഏതെങ്കിലും നബിയുണ്ടോ? വേറെ ഏതെങ്കിലും നബിയുണ്ടോ? 950 കൊല്ലം പ്രസംഗിച്ച നബിയ ആര്? നൂഹ് നബി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനങ്ങളോട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത പ്രവാചകൻ. ആ പ്രവാചകന്റെ ഭാര്യ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല.
ആ 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ അള്ളാനെ കൊണ്ട് വിശ്വസിച്ചില്ല. എന്തുപറ്റി? തന്റെ പൊന്നാര മകൻ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിന് വെള്ളത്തിൽ കിടന്നു മുങ്ങുക. നൂഹ് നബി തന്നെ കൊണ്ട് വിശ്വസിച്ച ആൾക്കാരുമായി കപ്പലിൽ ഇങ്ങനെ പോകുമ്പോ മോൻ കിടന്ന് മുങ്ങുന്നുണ്ട്. വാപ്പ വിളിച്ചു, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, അള്ളാടെ അതാവാടാ ചങ്ങാതി, മര്യാദയ്ക്ക് വാപ്പാടെ പൊന്നുമോനി കപ്പലിൽ കയറി രക്ഷപ്പെടുക, ഇല്ലെങ്കിൽ നീ മരിച്ചു പോകും. നൂഹ് നബി തന്റെ പൊന്നാര മകനെ സ്നേഹത്തോടെ വിളിച്ചു, ഉപ്പച്ചിയുടെ പൊന്നുമോൻ കയറ്, ഇത് അള്ളാന്റെ അതാബാ, വെള്ളപ്പൊക്കമൊന്നുമല്ല, ഇത് സാധാരണ കളിയല്ല, ഇന്ന് അള്ളാന്റെ സഹായമില്ലാതെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല, ഉപ്പാടെ പൊന്നു മുങ്ങി മരിച്ചു പോകും, വാപ്പാടെ കൂടെ കപ്പലിൽ കയറി. അവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉപ്പാടെ പണി നോക്കിക്കോ, ആ മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടുമെന്ന്. കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ചത്തുപോയടോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ പ്രവാചകന്റെ മകൻ തന്റെ കണ്ണിന്റെ മുമ്പിൽ കിടന്ന് മരിച്ചുപോയി. ആരുടെ മോൻ? നൂഹ് നബിയുടെ മകൻ ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ. ആ പ്രവാചകന്റെ ഭാര്യ അള്ളാനെ കൊണ്ട് വിശ്വാസമില്ലാത്തവളായിരുന്നു. മക്കളും പോയി. ഇതാ പറഞ്ഞത്, ബാപ്പ നല്ല മനുഷ്യനാ, പെണ്ണ് നല്ലവളല്ലെങ്കിൽ മക്കളുടെ കാര്യം കഷ്ടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ഇനി ആമീൻ പറ. അള്ളാഹു ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. ഈ രാവിലെ ജോലിക്ക് പോയപ്പോ ആരുടെ കയ്യിലാ മക്കളെ ഏൽപ്പിച്ചിട്ട് പോയത്? ആയിഷ, എന്റെ മക്കളെ നോക്കിക്കോ. ആയിഷ നല്ലവളല്ലെങ്കിൽ മൊബൈൽ എടുത്ത് മോരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, എന്റെ റീല് നീ എടുക്കാൻ. ഉമ്മ മകളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് പറയും, ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ളതാ, എന്റെ റീല് നീ എടുക്കണം. എന്നിട്ട് ഉമ്മ അങ്ങോട്ട് തുടങ്ങും, മോള് നിന്ന് പിടിക്കും. കൊള്ളാവോടി, സൂപ്പറാ ഉമ്മ, ഇനി ഉമ്മച്ചി പിടിക്കും, ഞാൻ ആടാം. അള്ളാഹു കാക്കുമാറാകട്ടെ. പിന്നെ ഉമ്മ പിടിക്കും, മോളാടും. എന്നിട്ട് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യും. എന്നിട്ട് എത്ര കിട്ടി എന്ന് നോക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ അള്ളാനെ പേടിയുള്ളവളാണെങ്കിലും, അള്ളാനെ പേടി, അതാ പറഞ്ഞേ. അതുകൊണ്ടാ പറഞ്ഞത്, ഈ കല്യാണം കഴിക്കുന്ന മക്കളോട് പറയടാ, നല്ല പെണ്ണ് കെട്ടടാ. എടാ, പെണ്ണ് കെട്ടുന്ന സമയം ദീനുള്ളതിനെ കെട്ടാൻ. താത്താമാര് വിചാരിക്കും, സിറാജ് ഉസ്താദ് എന്താ ഉസ്താദ്, വയലു പറയുന്ന ഉസ്താദന്മാര് മുഴുവനും ഞങ്ങളെ കുറ്റം പറയും. എല്ലാ ഉസ്താദന്മാരും ഞങ്ങളെയാ കുറ്റം പറയുന്നത്. നിങ്ങളോട് വൈരാഗ്യമൊന്നും ഉള്ളത് കൊണ്ടല്ല താത്ത, സ്നേഹമുള്ളത് കൊണ്ടാണ്. നിങ്ങളോട് എനിക്കെന്തിനാ വൈരാഗ്യം? സത്യം പറഞ്ഞ വയലിൽ പോയ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഊരി തരുന്നത് പെണ്ണുങ്ങളാ. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്നിട്ട് നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കുറ്റം പറയുക. നല്ല ഉമ്മ, നീ നന്നായ വീട് നന്നാകും. നീ നന്നായേ പറ്റൂ, പെണ്ണുങ്ങൾ നന്നായേ പറ്റൂ. പെണ്ണ് ദീനുള്ളവളാകണം. ദീനുള്ള പെണ്ണിനെ കെട്ടാൻ പാടുള്ളൂ. അതാ പറഞ്ഞേ, നിക്കാഹിന് പോകുമ്പോ ഖതീബ് ഉസ്താദ് പറയുമല്ലോ, തുർഗഹുൽ മർഅതു ലിഅർബഈൻ, 4 കാര്യങ്ങൾ. 1 സമ്പത്ത്, 2 സൗന്ദര്യം, 3 കുടുംബ മഹിമ, 4 ദീൻ. ഈ 4 കാര്യങ്ങളാണ് കല്യാണം കഴിക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ടത്. എന്നിട്ട് ഉസ്താദ് പറയാറുണ്ട്, ഫളുഫറു ബിദാത്തി ദീൻ. സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, കെട്ടുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കണം. അതെങ്ങനെ? എല്ലാത്തിനും പണം മതി. ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, പൈസ കിട്ടുമെങ്കിൽ കെട്ടാൻ തയ്യാറാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പണം മതി എല്ലാത്തിനും. അതിപ്പോ വയസ്സാവും നോക്കണ്ട, പണമുണ്ടോ കെട്ടാൻ റെഡി. പിന്നെ സൗന്ദര്യം, സിനിമാ നടിയാണെങ്കിലും കുഴപ്പമില്ല, കെട്ടാൻ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, ദീനുള്ള പെണ്ണിനെ കെട്ടണം. ദീനുള്ള പെണ്ണിനെ കിട്ടിയാലുള്ള പ്രയോജനം എന്താ? ഞാൻ നിർത്താം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അച്ഛൻ എന്റെ മൊബൈലിൽ നോക്കിയിട്ട് ഞാനിരിക്കണേ, അത് തലതിരിഞ്ഞോടുക. 11 മണി കഴിഞ്ഞല്ലോ. അല്ലാഹു പുറത്തേരുമാറാകട്ടെ. ഞാൻ പറഞ്ഞില്ലേ 11 മണിക്ക് നിർത്തുമെന്ന്. ഇപ്പൊ 6 മിനിറ്റ് ലേറ്റ് ആയിട്ടാ പോണേ. അല്ലാഹു പുറത്തേരുമാറാകട്ടെ. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരു ചരിത്രം പറഞ്ഞ് ദുആ ചെയ്യാം. പറയോ? ഇരിക്കട്ടെ, പറയട്ടെ. മഹാനായ എന്തിനാ ദീനുള്ള പെണ്ണിനെ കെട്ടാൻ പറയുന്നതിന്? ഉസ്താദ് സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, സമ്പത്തല്ല, ദീനുള്ള പെണ്ണിനെ കെട്ടാൻ പറയുന്നല്ലോ. എന്തിനാടാ ചെറുപ്പക്കാരാ ദീനുള്ള പെണ്ണിനെ കെട്ടാൻ പറഞ്ഞ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും, തന്റെ ജനതയുടെ പ്രയാസം അറിയാൻ. ഒരിക്കൽ ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കുകയാ. ഉമ്മയും മകളും കൂടെ വല്ലാത്ത വഴക്ക്. ഉമർ തങ്ങളൊന്ന് നിന്നു. എന്താ പ്രശ്നം എന്നറിയണ്ടേ? ഒളിഞ്ഞു കെട്ടുന്നൊന്നുമല്ല. ഉമർ തങ്ങളൊന്നും നിന്നു. എന്താ പ്രശ്നം? അപ്പൊ ഉമ്മ മകളോട് പറഞ്ഞു കൊടുത്തു, പാലിന്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് വിൽക്കാൻ, പാലിന്റെ അകത്ത് വെള്ളം കലർത്തിയിട്ട് വിൽക്കാൻ. അപ്പൊ ഈ മകൾ ഉമ്മാനോട് പറഞ്ഞു, ഇത് ചതിയ, ഇത് വഞ്ചനയാ, ഇത് പാപവാ, ഞാൻ ചെയ്യില്ല ഉമ്മ. അപ്പൊ ഉമ്മ പറയാ, ഈ മര്യാദയ്ക്ക് വെള്ളം കലർത്തടി, ഈ വലിയ മലക്കുന്നുണ്ട്, മര്യാദയ്ക്ക് വെള്ളം ഒഴിക്കും.
ഉമ്മ നിർബന്ധിക്കുകയാണ്. അപ്പൊ ആ മകൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ, രാജ്യം ഭരിക്കുന്നത് ഉമറാണ്. രാജ്യം ഭരിക്കുന്നത് ഉമറാണ്. ഉമർ എന്നാണ് ഇത് അറിഞ്ഞ നമ്മളെ രണ്ടെണ്ണത്തിനെ വെറുതെ വിടൂല. അപ്പൊ ഈ ഉമ്മ പറയാ, ഉമർ എങ്ങനെ അറിയാനോ, ഓൻ വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ. നമ്മൾ വീടിനകത്ത് പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നത് ഇസ്ലാമിന്റെ ഖലീഫയായ ഉമർ എങ്ങനെ അറിയാൻ? ആ ചങ്ങാതി വീട്ടിൽ കിടന്നുറങ്ങല്ലേ, നീ മര്യാദയ്ക്ക് വെള്ളം ഒഴിക്ക്. അപ്പൊ ഈ മകള് പറഞ്ഞു, ഉമ്മ, ഉമർ തങ്ങൾ ഉറങ്ങുകയായിരിക്കും, ഖലീഫ കാണുന്നില്ലായിരിക്കും, പക്ഷെ അള്ളാഹ് കാണുന്നുണ്ട്. ഉമ്മ, പടച്ച റബ്ബ് കാണുന്നുണ്ട്, ഞാൻ ഒഴിക്കൂല. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയിടും. നേരെ പള്ളിയിൽ പോയി സുബഹി നമസ്കാരം കഴിഞ്ഞു. ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പെണ്ണ് ആരാണെന്ന് പോയി അന്വേഷിക്കും. അങ്ങനെ ഒരാള് പോയി, ഉമർ തങ്ങൾ പറഞ്ഞു വിട്ട ആള് പോയി ആ വീട്ടിൽ ചെന്ന് ആ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചപ്പോ ആ പെൺകുട്ടി ഒരു യതീമായിരുന്നു, പാവപ്പെട്ടവരാ. ആ ഉമ്മയും നല്ലവളാ. പിന്നെ പാലിന് വെള്ളം കലർത്താൻ പറയാനുള്ള കാരണം, ഈ ഒരൊട്ടകമാണ് അവരുടെ ആകെ കുടുംബത്തിന്റെ ആശ്രയം. ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുക്കും, കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് ജീവിക്കും. ഒരാഴ്ചയായിട്ട് പാലില്ല, കുടുംബം പട്ടിണിയില്ല. അങ്ങനെ ഇരുന്നപ്പോ അല്പം പാല് കിട്ടി. അപ്പൊ ഉമ്മ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ, ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ തിന്നാൻ എന്തെങ്കിലും കിട്ടും. അപ്പോഴാ മോള് പറഞ്ഞത് ചെയ്യില്ലെന്ന്. ഉമർ തങ്ങൾ നേരെ വീട്ടിൽ പോയി. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, പ്രസിഡന്റാണ്. രണ്ട് ആൺകുട്ടികളെയും വിളിച്ചു, രണ്ട് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, വാപ്പ ഒരു പെണ്ണിനെ കണ്ടടാ, പണമില്ല, വലിയ തറവാടൊന്നുമില്ല, കൊട്ടാരമൊന്നുമില്ലടാ, ഒരു പാവപ്പെട്ട യതീമായ മകളെ കണ്ടു. എനിക്ക് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പ്രായം ചെന്നത് കാരണം ഞാൻ കഴിക്കുന്നില്ല. മക്കളെ, നിങ്ങൾ ആരെങ്കിലും കെട്ടുപോടാ. ഉമർ തങ്ങൾ ചോദിക്ക, 1000 പേരെ കിട്ടും ഉമർ തങ്ങൾക്ക്. കാരണം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ, വീടിന്റെ മുറ്റത്ത് കോടീശ്വരന്മാര് വന്ന കാവല് നിൽക്കും. ഉമർ തങ്ങൾ തന്റെ ആൺകുട്ടികളോട് ചോദിച്ചു, മക്കളെ, ആ യതീമായ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാൻ നിങ്ങളിൽ ആരാ തയ്യാറ്? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം വാപ്പ, സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബമല്ല, കൊട്ടാരമല്ല, ദീനുള്ള പെണ്ണിനെ എനിക്ക് വേണം. അവിടെ നിന്ന് വിവാഹം കഴിച്ചു. കാരണം ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത്. നിങ്ങൾക്കറിയുമോ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ലോകമറിയുന്ന പണ്ഡിതൻ, ലോകമറിയുന്ന പണ്ഡിതൻ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, മഹാനവരുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കിയാൽ കരയുമടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്നറിയുമോ പെങ്ങളെ? സാധാരണ ഒരാളല്ല. തന്റെ മരണമെടുത്തെന്ന് മനസ്സിലായപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പോയി കുളിച്ച് റെഡിയാവുകയാണ്. അവിടുന്ന് കുളിച്ച് തയ്യാറായി നേരെ ഒരുങ്ങിയിട്ട് കഫൻ തുണിയും എടുത്തുകൊണ്ട് റൂമിന്റെ അകത്തേക്ക് കടന്നു വന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ തയ്യാറായി റൂമിന്റെ അകത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയെ വിളിക്കുന്നു, ഫാത്തിമ, എന്റെ അടുത്തേക്ക് വാ ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയെ വിളിക്കുകയാണ്, അടുത്തേക്ക് വാ ഫാത്തിമ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ അടുത്ത് വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, എന്റെ മരണമെടുത്തു ഫാത്തിമ, എന്റെ മരണമെടുത്തു ഫാത്തിമ, എനിക്ക് പോകാൻ സമയമായി ഫാത്തിമ, എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ. അവിടുന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, അവിടുന്ന് യാത്ര പറയുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അവിടുന്ന് സങ്കടമതാ യാത്ര പറയുകയാ. ഫാത്തിമ നിന്ന് കരയുകയാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ നിന്ന് കരയുകയാ, ഫാത്തിമ നിന്ന് കരയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മറുപടി എന്തെന്നറിയുമോ? ഫാത്തിമ, എങ്കിൽ റൂമിന്റെ പുറത്തിറങ്ങു ഫാത്തിമ, നീ
വെളിയിലിറങ്ങ്, വാതിലടയ്ക്ക്. എന്റെ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഫാത്തിമ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ മരിക്കാൻ പോവുകയാണ്, ഈ അവസാന സമയം ഞാൻ നിങ്ങളുടെ ചാരത്ത് നിൽക്കേണ്ട സമയമാണ്, എന്തിനാ എന്നെ പുറത്തിറക്കുന്നത്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മറുപടി എന്തെന്നറിയുമോ? ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാ ഫാത്തിമ, മനുഷ്യരും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, എന്റെ കൂട്ടുകാർ വരുന്നു ഫാത്തിമ, ഒന്ന് പുറത്തിറങ്ങു ഫാത്തിമ, വാതിലടയ്ക്ക് ഫാത്തിമ. ഫാത്തിമ അവിടെ നിന്ന് റൂമിന്റെ പുറത്തിറങ്ങുകയാണ്. മനസ്സില്ല മനസ്സോടെ വെളിയിലിറങ്ങി ഭർത്താവിന്റെ റൂമിന്റെ വാതിലടച്ചു. കരയുകയാണ്. കാരണം തന്റെ ഭർത്താവ് സക്കറാത്തിന്റെ അവസ്ഥയിൽ റൂമിനകത്ത് കിടക്കുകയാണ്, മരിക്കാൻ പോകുകയാണ്. റൂമിന്റെ പുറത്ത് നിന്ന് കരയുകയാണ്. സമാധാനമില്ല. ആരാ വരുന്നത്? തന്റെ ഭർത്താവിനെ കാണാൻ ആരാ വരുന്നത്? ഫാത്തിമ ഒളിഞ്ഞു നോക്കുകയാണ്. അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയുവോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അവിടുന്ന് സലാം പറയുകയാണ്. അസ്റായീലിനോട് സലാം പറയുകയാണ്. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഫാത്തിമ കരയുകയാണ്. കാരണം അസ്റായീൽ വന്നു, റൂഹ് പിടിക്കാനുള്ള മലക്ക് വന്നു. ഭർത്താവ് സലാം പറഞ്ഞ് സ്വീകരിച്ചിരിക്കുകയാണ്. പടച്ചവനെ പിന്നെയും നോക്കുകയാണ്. തന്റെ ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നതെന്ന് രണ്ടാമതും ഒളിഞ്ഞു നോക്കുമ്പോ അവിടെ നിന്ന് ഖുർആൻ ഓതുന്നു വാപ്പാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാ. നിസ്കാരപ്പായിലിരുന്നല്ല, അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോ ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാ. ഏതായത്തെന്നറിയോ? ഏതായത്തെന്നറിയുമോ? الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. തന്റെ ഭർത്താവ് ഖുർആൻ ഓതുകയാണ്. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا. ഭർത്താവ് മരിക്കാൻ കിടക്കുമ്പോ അതാ വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവളോട് പറയുകയാ, ഫാത്തിമ ഫാത്തിമ വൽആഖിബത്തു ലിൽമുത്തഖീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. ഫാത്തിമ നോക്കുമ്പോ മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശഹാദത്ത് കലിമ പറയുകയാണ്. ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ല, ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ല. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൾ വാതില് തുറന്നിട്ട് ഓടുകയാണ്. ഭർത്താവിന്റെ റൂമിനകത്ത് കടന്നു ചെല്ലുമ്പോ വല്ലാത്ത സുഗന്ധമാണ്. മുഖത്തിട്ടിരിക്കുന്ന തുണിയെന്ന് മാറ്റുമ്പോ പ്രകാശിക്കുന്ന മുഖത്തോട്, പുഞ്ചിരിക്കുന്ന മുഖത്തോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. പടച്ചവനെ നാട് മുഴുവനും അറിയുകയാണ്. ജനങ്ങൾ മുഴുവനും കടന്നു വന്നു. എല്ലാവരും പറയുന്നു, നല്ല മരണമാ, നല്ല മരണമാ, നല്ല മരണമാ. അവിടുത്തെ ജനാസ കുളിപ്പിച്ചു, അവിടുന്ന് കഫം പൊതിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. അവസാനം ആ ജനാസ കൊണ്ടുപോയി പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് ഇറക്കി വെക്കുകയാണ്. എല്ലാവരും പിടിമണ്ണ് വാരി എറിഞ്ഞു. ഖബറടക്കി കഴിയുമ്പോ ഒരാളും പോകുന്നില്ല. ജനാസ ഖബറടക്കി കഴിഞ്ഞിട്ട് ഒരാളും പോകുന്നില്ല. എല്ലാരും
പള്ളിയുടെ മുമ്പിൽ നിൽക്കുകയാ, പതിനായിരങ്ങൾ പള്ളിയുടെ മുമ്പിൽ നിൽക്കുകയാ. എല്ലാവരും പറയുന്നു നല്ല മരണമാ, നല്ല മരണമാ. അസ്റായിലിനോട് സലാം പറഞ്ഞിട്ടാണ് മരിച്ചത്. എന്തൊരു സുഗന്ധമാ അല്ലാഹ്. അങ്ങനെ മയ്യത്തടക്കാമെന്നവര് മുഴുവനും പള്ളിയുടെ മുമ്പിൽ നിന്ന് വലിയ ചർച്ചയായി. അങ്ങനെ എല്ലാവരും ഒരു തീരുമാനമെടുത്തു, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിൽ പോകാൻ. അങ്ങനെ മയ്യത്ത് കൊണ്ടുവന്ന വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കടന്നു ചെന്നു. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ. സങ്കടത്തിലാണെന്നറിയാം, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയാം, ിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. സങ്കടപ്പെടുത്താമെന്നതല്ല, വേദനിപ്പിക്കാമെന്നതല്ല. നിന്റെ ഭർത്താവിന്റെ ജനാസ ഖബറടക്കിയിട്ട് ഈ നാട്ടുകാർ മുഴുവനും ഈ വീടിന്റെ മുറ്റത്ത് വന്നത് എന്തിനെന്നറിയോ? ഫാത്തിമ, ഒരു കാര്യം അറിയാനാ ഫാത്തിമ, ഒരു കാര്യം ചോദിക്കാനാ ഫാത്തിമ. എന്താണ് അറിയേണ്ടതെന്നറിയോ? ഞങ്ങൾക്ക് അറിയേണ്ടതെന്തെന്നറിയോ ഫാത്തിമ? നിന്റെ ഭർത്താവ് മരിച്ചപ്പോ അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ. ഒളിഞ്ഞു നോക്കുന്ന നിന്നോട് വൽആഖിബത്തു ലിൽ മുത്തഖീൻ ഖുർആനിന്റെ ആയത്തോതിയല്ലോ, സകാദത്ത് കലിമ പറഞ്ഞല്ലോ. എന്തൊരു പ്രകാശമായിരുന്നു ഫാത്തിമ. നിന്റെ ഭർത്താവിന്റെ ജനാസ കണ്ടവരും കുളിപ്പിച്ചവരും പൊതിഞ്ഞവരും ചുമന്നവരും ഖബറടക്കിയവരും പറയുകയാണ്, വല്ലാത്ത സുഗന്ധമാണെന്ന്, വല്ലാത്ത സുഗന്ധമാണെന്ന്. ഫാത്തിമ, എങ്ങനെയാ ഫാത്തിമ? ഞങ്ങൾക്കും ഇതുപോലെ ഒരു മരണം വേണം ഫാത്തിമ, ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം ഫാത്തിമ. നിന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാൻ എന്ത് നന്മയാ നിന്റെ ഭർത്താവ് ചെയ്തത്, എന്ത് നന്മയാണ് നിന്റെ ഭർത്താവ് ചെയ്തത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അവിടെ അന്ന് പറയുകയാ, മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ എന്റെ ഭർത്താവിനെ കുറിച്ച് പറയൂല. പിന്നെ എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെ പോലെ പടച്ചവനെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. മഹദി പറയുകയാ, ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടപ്പറയിലിരിക്കുമ്പോ ഞങ്ങൾ തമാശ പറഞ്ഞു, ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. ആ സംസാരിച്ചു കൊണ്ടിരുന്നതിന്റെ ഇടയില് ഞങ്ങൾ അല്ലാഹ് എന്ന് പറഞ്ഞുപോയി. സംസാരിക്കുന്നതിന്റെ ഇടയില് അല്ലാഹ് എന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി. എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. എന്റെ ഭർത്താവ് നരകം പറഞ്ഞപ്പെടല്ല, മരണം പറഞ്ഞപ്പെടല്ല, ഖബറ് പറഞ്ഞപ്പെടല്ല, മസ്സറ പറഞ്ഞപ്പെടല്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ വെളുപ്പാൻ കാലം വരെ ഇരുന്ന് കരഞ്ഞു, വെളുപ്പാൻ കാലം വരെ ഇരുന്ന് കരഞ്ഞു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹ് എന്ന് പറഞ്ഞ കരയുന്ന ഒരു മനസ്സ്. എന്റെ പ്രിയപ്പെട്ട, എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മകനാണെന്നറിയോ? ഏത് കുടുംബത്തിലാ ജനിച്ചതെന്നറിയോ? എടാ, ദീനുള്ള പെണ്ണിനെ കെട്ടാൻ പറഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാന്നറിയോ? ആ ഉമർ തങ്ങൾ രാത്രിയിൽ നടന്നു പോയപ്പോ പാലിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ ഉമ്മച്ചി അല്ലാഹ് കാണുന്നുണ്ടെന്ന് പറഞ്ഞൊരു പെണ്ണില്ലേ, ആ പെണ്ണിന്റെ മകളുടെ മകനാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല. ഇതാ ചരിത്രം പറഞ്ഞ് ദീനുള്ളതിനെ കെട്ടാൻ. അതുകൊണ്ടാ പെങ്ങളെ നിങ്ങളോട് പറയുന്നത് നന്നാകാൻ.
അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു വകാനൂ ലനാ ഖാശഈൻ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം. അള്ളാഹു നമുക്ക് ഭയം നൽകുമാറാകട്ടെ.